90+ വനിതകൾക്കായി മിനി ഡീലർ ഹബ്ബുകൾ നൽകുന്നു. സ്വന്തം നാട്ടിൽ സ്വന്തം ബിസിനസ് തുടങ്ങാം. ഇപ്പോൾ തന്നെ വിസ്മയ നിറവുകളുടെ സംഗമ സന്ധ്യയിലേക്ക്, സ്വര വസന്തത്തിന്റെ പ്രിയ വേദിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഹൃദയരാഗ സൗന്ദര്യമേകിയ കൊച്ചുപാട്ടുകാരി തിരുവനന്തപുരത്തു നിന്നും ശ്രീനന്ദ. വെൽക്കം ശ്രീനന്ദ കുട്ടി ഓൺ സ്റ്റേജ്. മിനുമിനുങ്ങണ കണ്ണിൽ കുഞ്ഞു മിന്നാമിന്നികളാണോ, തുടി തുടിക്കണ നെഞ്ചിൽ നല്ല തൂവാൽ മൈനകളാണോ, ഏലമലക്കാവിൽ ഉത്സവമായോ നീലനില പെണ്ണേ. നാടൻ പെൺകുട്ടിയാണോ? എന്തൊരു ഗ്രേസ്ഫുൾ ഡ്രസ് അല്ലേ, ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടല്ലോ കേട്ടോ കോമ്പിനേഷൻ. ഏത് പാട്ടാ നമ്മള്? കറുകവയൽ കുരുവി. കരുകവയൽ കുരുവി, അത് ഡുവറ്റ് അല്ലേ? അതെ. പാടുന്നതിന്റെ മുമ്പേ സ്വന്തമായിട്ട് നമ്മൾക്ക് വെക്കാൻ പറ്റില്ല. അവിടുന്ന് ഇറങ്ങി അത് ശ്രീനന്ദ വന്ന എനിക്ക് എപ്പോഴും ഒരു സ്വന്തമായിട്ട് നമ്മൾക്ക് വെച്ച അതിനൊരു എന്താ പറയാ വിലയില്ല. പക്ഷെ നമ്മളത് ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഭയങ്കര വിലയാണ്. എന്താണ് സംഭവം? പൈസ. എന്താ പൈസ നമ്മുടെ അടുത്തിരുന്നാല് പൈസക്കാരനാവല്ലേ? അല്ല, നമ്മളുടെ അടുത്തിരിക്കുമ്പോ അതിനൊരു വിലയില്ല. പക്ഷെ അത് ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിനിപ്പം ഭയങ്കര വിലയാണ്. ശ്രീനന്ദ വരട്ടെ. കഴിഞ്ഞു വാക്ക്, നമ്മൾ ഒരാൾക്കൊരു വാക്ക് കൊടുത്തു, അപ്പൊ പിന്നെ അതിനൊരു വിലയല്ലേ. നമ്മുടെ അടുത്ത് കുറെ വാക്ക് വെച്ചോണ്ട് എന്താർത്ഥം? ശരിയല്ലേ? ഓ, ഇത് ഭയങ്കര ലോക്കൽ കിട്ടിയാലേ സമാധാനമുള്ളൂ. പാട്ട് പാടണ്ടേ? മനസ്സിലായിട്ടും കൂടിയില്ല. അതെ, എനിക്കൊന്നും മനസ്സിലായില്ല. ശരി, മീനൂട്ടിക്ക് പറ്റിയൊരു സാധനം പറഞ്ഞു. പല നാട്ടുകൾ പോയിട്ടുണ്ടല്ലോ, അല്ലെ അറ്റ്ലീസ്റ്റ് കേട്ടിട്ടുണ്ടല്ലോ. ടൊറോണ്ടോ എന്ന് പറയുന്ന ഇതില്ലേ, ടൊറോണ്ടോ കാനഡയില്. കാനഡയില് ടൊറോണ്ടോന്റെ കറക്റ്റ് നടുക്ക് എന്താ കിട്ടുക? അല്ല, ഓ ആണ്. ഇങ്ങനത്തെയാണ് നമുക്ക് വേണ്ടത്. ശരി ശരി, മോള് പാടിക്കോ. ഓൾ ദ ബെസ്റ്റ്. വിട് സ്ഥലം വിട്. ഓൾ ദ ബെസ്റ്റ്. തളിർവിറ്റിലയുണ്ടോ വരദക്ഷിണ വയ്ക്കാം, കറുകവയൽ
തൊടുകുറിയണിയിക്കും ഇളമാന്തളിരിൻ നറുപുഞ്ചിരിയിൽ കതിർമണ്ഡപമൊരുങ്ങും അവനിന്റെ പ്രാണനിൽ പരിവളം നിറയ്ക്കും ഓ കറുകവയൽ കുരുവി മുറിവാലൻ കുരുവി കതിരാടും വയലിൽ ചെറുകാവൽക്കാരി തളിർവെറ്റിലയുണ്ടോ വരദക്ഷിണ വയ്ക്കാം തളിർവെറ്റിലയുണ്ടോ വരദക്ഷിണ വയ്ക്കാം ഓ കറുകവയൽ കുരുവി മുറിവാലൻ കുരുവി കതിരാടും വയലിൽ ചെറുകാവൽക്കാരി വെരി നൈസ്, വെരി നൈസ്. ശ്രീനന്ദ, സർ നല്ല സെലക്ഷൻ കേട്ടോ. Thank you, sir. ബ്യൂട്ടിഫുൾ സോങ്. അതായത് ഒരു സമയത്ത് ഈ പാട്ട് ധ്രുവം, അതായത് മമ്മൂക്കയുടെ പടമാണ്. മമ്മൂക്ക ഈ പടത്തില് ജുബയും മുണ്ടും ചുമന്ന പൊട്ടുമാണ് അല്ലേ? എന്റെ വിഷ്വൽ കണ്ടായിരുന്നു. ആ ഹാൻസം ഇപ്പോഴും ആണ്, എന്നാലും അപ്പോഴും ഒരു എന്താണ് ആ ഒരു സമയത്ത് 1993 നല്ല എന്താ ഒരു ഭയങ്കര ഗ്ലാമറസ് ലുക്കായിരുന്നു. അപ്പം ഞാൻ ആ പടം ഞാൻ ആലോചിച്ചു. ആ സമയത്ത് ഞാൻ കുറേ കണ്ടതാണ്. അപ്പോൾ ഇത് എഴുതിയിരിക്കുന്നത് ഷിബു ചക്രവർത്തിയാണ്. ഷിബുവിൻ്റെ ഒത്തിരി പാട്ടുകൾ, ഇപ്പോൾ ഓർമ്മകൾ ഓടിക്കളിക്കുവാനെത്തുന്നു, മുറ്റത്തെ ചക്രമാവൻ, അതുപോലെ തന്നെ ദൂരക്കിഴക്ക് ദിക്കിൻ മാണിക്യ ചെമ്പഴുക്ക, ആ ചിത്രത്തിലെ എല്ലാ പാട്ടുകളും, അങ്ങനെ ഒത്തിരി പാട്ടുകൾ ഷിബുവിൻ്റെ ഞാൻ പാട്ടു. മാത്രമല്ല എൻ്റെ വളരെ അടുത്ത സുഹൃത്തും കൂടാണ്. ഈ സമയത്ത് ഞാൻ ഒരു വലിയ ഹായ് പറയുന്നത്. മോളി പാട്ടെടുത്തതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. മോള് നന്നായിട്ട് പാടിയിട്ടുണ്ട്, പക്ഷെ കുറച്ച് സ്ഥലങ്ങൾ മാത്രം. അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് പുതുപുലരൊളി, അത് ആ പോർഷൻസൊക്കെ വളരെ നന്നായിരുന്നു. നല്ല പാടിയൊക്കെ നല്ല അതൊക്കെ നല്ല നോട്ട് കറക്റ്റായിരുന്നു. പക്ഷെ ഇത് വന്നില്ലേ നടവഴി, അത് കുറച്ചൊന്ന് പോയി, അതൊന്ന് പാടാൻ മോള്. നടവഴിയിടകളിൽ നടുമുറ്റങ്ങളിൽ ഒരു കഥ നിറയുകയായി ഒരു പിടിയവിലിൻ കഥ പോലിവളുടെ പരിണയ കഥ പറഞ്ഞു. രണ്ടാമത്തെ ലൈൻ എന്താണ്? ഒരു പിടിയവിലിൻ കഥ അവിലിൻ കൊഴിഞ്ഞു. ഒരു പിടി അവിലിൻ അവിലിനൊരു ചെറിയ ടച്ച് കൊടുക്കും. ഒരു പിടിയവിലിൻ കഥ പോലിവളുടെ പരിണയ കഥ പറഞ്ഞു. ഇതാണ് ടെക്നിക്ക്, മനസ്സിലായോ? ആ അപ്പൊ എന്തൊരു നോട്ടും കിട്ടും, നമ്മളൊരു സ്വിങ്ങും കിട്ടും ഇതിന്റെ കൂടെ. ഓക്കെ സർ. പിന്നെ ഈ കുരുവി ഇത്രയും വലിയ കുരുവിയാണ്. മോടെ കുരുവി വലിയ കുരുവിയാണ്. ഞങ്ങൾക്ക് വേണ്ട ചെറിയ കുരുവി എന്ന് പാടും. കറുകവയൽ കുരുവി മുറിവാലൻ കുരുവി. അത്രയും മതി. മോള് ടേക്കിൽ പാടിയപ്പം ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ കുരുവി വലിയ കുരുവിയായി പോയി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി അങ്ങനാണോ എന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പൊ പാടിയ സ്വീറ്റ് നന്നായിട്ട്. ചെറിയ കുരുവി, ഓക്കെ സർ. വലിയ കുരുവി വേണ്ട. വലിയ കുരുവി വേണം മീനുട്ടിക്ക് കൊടുത്തേ. താങ്ക് യു. മീനുട്ടി കുരുവി വളർത്തലുണ്ട്, അറിയോ? വേണ്ടാത്തൊക്കെ എനിക്ക്. പാവം ചേച്ചി. മീനുട്ടിയുടെ വീട്ടിൽ കുരുവി വളർത്തുന്നില്ലേ? ആ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ കൊടുത്തേക്കാം. ഉണ്ട്. തന്നോ, ഞാൻ എടുത്തോളാം. അല്ല, എന്തൊക്കെയുണ്ട്? ലവ് ബേർഡ്സ് ഉണ്ട്, ആ ഉണ്ട്. കോഴിയുണ്ട്, കോഴി താറാവൊക്കെ ഉണ്ട്. കോഴി? താറാവ്, താറാവുണ്ട്, ആ. പിന്നെ പിന്നെന്താ വേണ്ട, എല്ലാം ഉണ്ട്. ആ, ഫിഷ് ഉണ്ട്, അതുണ്ട്. ആ പിന്നെ കുളമുണ്ട്. ആ അത് പിന്നുണ്ട്. ആ, അതല്ല, വീട്ടിൽ കുളമുണ്ട്. ആ വീട്ടിൽ കുളമുണ്ട്. കുളത്തിൽ മീൻ കുളത്തിൽ മീനുണ്ട്. ആ ഓക്കെ മോളെ. അപ്പൊ ആ കുരുവിയും കൂടെ അങ്ങോട്ട് കൊടുത്തേരെ. ആ, ഞാൻ സന്തോഷം. വളർത്തിക്കോളാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. മോള് ഇന്ന് പാടിയതിൽ അങ്കിളിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ലൈൻ ഏതാ അറിയോ? ഏതാണ് മോളൊന്ന് ഗസ് ചെയ്ത്? അറിയില്ല. അനുപല്ലവി കഴിഞ്ഞ് പല്ലവി തുടങ്ങുന്നതിന്റെ മുമ്പേ ഒരു ഓ എന്നുള്ളൊരു ഇതിന്റെ അത് മോൾ ഇട്ട എക്സ്പ്രഷൻ സൂപ്പർബായിരുന്നു. അതിന് ഫസ്റ്റ് കൈയടി തന്നിട്ട് കാര്യം പറഞ്ഞു. ഒരു പിടിയവിലിൻ കഥ പോലിവളുടെ പരിണയ കഥ പറഞ്ഞു. പറയാതറിഞ്ഞവർ പരിഭവം പറഞ്ഞു. ഓ കറുകവയൽ കുരുവി. താങ്ക് യു സർ. എനിക്ക് മോള് പാടിയത് പൊതുവെ ഇഷ്ടപ്പെട്ടു. പിന്നെ മോളുടെ പ്രായം 10 വയസ്സാണ്. ആ 10 വയസ്സിൽ മോള് ഓരോ സ്റ്റേജ് കഴിയുമ്പോൾ മോളുടെ അടുത്ത് പറയുന്ന കറക്ഷൻസ് മോളത് ഓർത്തു. മറ്റേതൊക്കെ മോള് സ്റ്റേജിൽ വരുമ്പോഴൊക്കെ ഒരിക്കൽ കരഞ്ഞിട്ടൊക്കെ ഇല്ല, ഞാൻ പ്രാക്ടീസിന് ചെയ്യുന്ന പോലെ ഇവിടെ വന്നിട്ട് പറ്റുന്നില്ല, ആ പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ മാറിയില്ലേ?
ശരിക്കും ഇപ്രാവശ്യം ഓർക്കസ്ട്രയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ശ്വാസമൊന്നും കിട്ടാതെ ഓർക്കസ്ട്ര റെക്കോർഡ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ റൂമിൽ വരാറ്. അപ്പോൾ ഈ റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ തന്നെ കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നു. ഫുള്ള് ശ്വാസം മുട്ടിയിട്ട് ശ്രുതിയും പോയി, സംഗതിയും പോയി, മൊത്തം ശ്വാസം മുട്ടിയ ഒരു പാടായിരുന്നു. ധൈര്യം വന്നു. വെരി ഗുഡ്. അത് മോളുടെ സെൽഫ് എന്താ പറയണ്ട കൺട്രോൾ ആണ്. അനുപല്ലവിയുടെ ഫസ്റ്റ് ലൈൻ പാടുന്ന സമയത്ത് ശ്വാസം പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ വരുന്ന ആ ഫസ്റ്റ് ലൈൻ അല്ലേ, അപ്പൊ ആ ഫസ്റ്റ് ലൈൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പേ ഒരു ലോഡ് അങ്ങ് എടുത്ത് റെഡിയാക്കി വെച്ചോ. ആദ്യം ഇടയിലൊക്കെ ഇത് ലോങ് ലൈൻ വന്നു കഴിഞ്ഞാൽ എവിടെ എടുക്കും എന്ന് ചോദിക്കാം. ഫസ്റ്റ് ലൈനിൽ ബ്രത്ത് വേണമെന്ന് വെച്ചാൽ അത്രയും BGM വായിക്കുന്ന സമയത്ത് അങ്ങ് ഡീപ് ബ്രത്ത് എടുത്ത് വെക്കുക. എന്നിട്ട് പതുക്കെ അത് അങ്ങ് എക്സൈൽ ചെയ്യുക. ഒറ്റയടിക്ക് വിടരുത്. ആ എക്സൈൽ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ഇതൊക്കെ അങ്ങ് പാടി തീർക്കുക. മനസ്സിലായോ? അതാണ് അതിന്റെ ടെക്നിക്ക്. കേട്ടോ? ഓൾ ദി ബെസ്റ്റ്. നല്ല സോങ് സെലക്ഷൻ കേട്ടോ. നല്ലോണം പാടി. എനിക്ക് വളരെ പല സ്ഥലങ്ങളും എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല പ്രോഗ്രസ് ഞാൻ കാണുന്നു. കോൺഫിഡൻസ് ലെവൽ കൂടി വരുന്നുണ്ട് തീർച്ചയായിട്ട്. നല്ല ചിരിയോട് അങ്ങനെ വളരെ പ്ലസന്റ് ആയിട്ട് പാടുന്നു. എനിക്ക് ജസ്റ്റ് ഈ ടെമ്പോന്റെ കാര്യം, ആ ഒരു ടെമ്പോ വരുന്നുണ്ടല്ലോ, അത് ചാച്ചാലിൻ്റെ അതിന്റെ ഒരു കുറച്ചൊന്നുകൂടി ടൈറ്റ് ആയിട്ട് വരാന്ന് തോന്നി എനിക്ക് ടെമ്പോയില്. ആ ടെമ്പോയില് ഒന്ന് കുറച്ചുകൂടി ഫോക്കസ് ചെയ്താൽ കൊള്ളാൻ തോന്നി. നടവഴിയിടകളിൽ നടുമുറ്റങ്ങളിൽ ഒരു കഥ നിറയുകയായി. ഒരു പിടിയവിലിൻ കഥ പോലിവളുടെ പരിണയ കഥ പറഞ്ഞു. നടവഴിയിടകളിൽ നടുമുറ്റങ്ങളിൽ ഒരു കഥ നിറയുകയായി. ഒരു പിടിയവിലിൻ കഥ പോലിവളുടെ പരിണയ കഥ പറഞ്ഞു. മതി മോളെ. പക്ഷെ ഇപ്പൊ പാടിയപ്പോ, നേരത്തെ പാടിയപ്പോ ഈ സുഖം കിട്ടിയില്ല. ഇപ്പൊ പെർഫെക്റ്റ് ആയി പാടി. അതിന്റെ ഇടയിൽ 2 ക്ലാസ് നടന്നു. അതെ, അതിലെങ്ങനെയാ പാടേണ്ടതെന്ന് സ്വിങ് പഠിപ്പിച്ചു കൊടുത്തു. ശ്വാസം എങ്ങനെ എടുക്കണം എന്ന് ഇവിടെ പഠിപ്പിച്ചു തന്നു. അതെ, അപ്പൊ റെഡിയായി. അതെ. അപ്പൊ എന്തൊരു കഴിവല്ലേ. ഇപ്പൊ തന്നെ പറഞ്ഞു കൊടുത്തു, പെട്ടെന്ന് ഫിക്സ് ചെയ്തു അല്ലേ ആ സ്ഥലത്തിന്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. ആദ്യം തന്നെ ഒരു വലിയ കയ്യടി. താങ്ക് യു സർ. എന്തിനാണെന്നറിയാമോ? ഈ ഇമ്പ്രൂവ്മെന്റിന്. താങ്ക് യു സർ. ശ്രുതി സാധാരണ മോൾക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. ഇന്നിപ്പോൾ കുറച്ച് നന്നായിട്ടുണ്ട്. വളരെ കുറച്ച് ഭാഗത്ത് മാത്രമാണ് ശ്രുതി ഇന്ന് പോയിട്ടുള്ളൂ. മോള് പാടിയപ്പോൾ പെട്ടെന്ന് എനിക്ക് കുട്ടഞ്ചേട്ടൻ മ്യൂസിക് ചെയ്ത ഗൗരി ശങ്കരം എന്ന സിനിമയിലെ പാട്ടാണ്. കണ്ണിൽ കണ്ണിൽ മിന്നും കണ്ണാടിയിൽ കണ്ണിൻ കണ്ണേ നിന്നെ കണ്ടു ഞാൻ. കണ്ണിൽ കണ്ണിൽ മിന്നും കണ്ണാടിയിൽ കണ്ണിൻ കണ്ണേ നിന്നെ കണ്ടു ഞാൻ. അഴകേ എന്നഴകേ അറിയാതെ എന്തിനീ മിഴിയൊഴിഞ്ഞു. കണ്ണിൽ കണ്ണിൽ മിന്നും കണ്ണാടിയിൽ കണ്ണിൻ കണ്ണേ നിന്നെ കണ്ടു ഞാൻ. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു സർ. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഒരു ഫ്ലാറ്റില് എയും ബിയും റൂം ഉണ്ടായിരുന്നു. അപ്പൊ എയിൽ ഒരു ചെറുക്കനും ബിയിൽ ഒരു പെണ്ണുമാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ എയിലെ ചെറുക്കൻ പുറത്തു പോയപ്പോ എയിലെ ചെറുക്കൻ പുറത്തു പോയപ്പോ ബിയിലെ പെണ്ണിന്റെ കയ്യിൽ താക്കോല് കൊടുത്തിട്ട് പോയി. തിരിച്ചു വരാൻ പുള്ളിക്കാരൻ തിരിച്ചു വരാൻ കുറച്ച് ലേറ്റ് ആയി. ലേറ്റ് ആയപ്പോഴത്തേക്കും ഈ പെണ്ണിന്റെ റൂം, അതായത് ബി റൂമിൽ വന്നിട്ട് ഒരു പാട്ട് പാടിയാണ് താക്കോല് തരുമെന്ന് ചോദിച്ചത്. ഏതാണ് ആ പാട്ട്? എന്തിനാ പാട്ട് പാടണം? ഒരു പാട്ട് പാടിയാണ് പുള്ളി താക്കോൽ ചോദിച്ചത്. ഏതാണ് ആ പാട്ട്? ശരിക്കുള്ള പാട്ടാ, ഉണ്ടാക്കിയതൊന്നുമില്ല. ഉണ്ടാക്കിയതല്ലേ, ഉള്ള പാട്ടാണ്. ശരിക്കുള്ള പാട്ടാ. നീ ചാടിക്കറി മലയാളം പാട്ടാണോ? മലയാളം പാട്ടാണ്. ഭയങ്കര ഫേമസ് പാട്ടാണ്. അതെ, പൃഥ്വിരാജിന്റെ മൂവിയിലെ പാട്ടാണ്. ഭയങ്കര ഹിറ്റ് മൂവിയാണ്, ഹിറ്റ് പാട്ടുമാണ്. അറിയൂല? ആർക്കും അറിയൂല? ആർക്കും അറിയില്ലല്ലോ. അങ്ങനെ ഉണ്ടാ. ചോദിച്ചാരാണ്? ഞാൻ ഒരു ലൈനേ ഉള്ളത്, പാടാനൊന്നുമില്ല. പാടി പറഞ്ഞു. പാടിയല്ലേ പാട്ടാണ്. ഉത്തരം പറയാം. ആ പാട്ട് കിതാബിലെ പെണ്ണേ, എന്റെ കിതാബിലെ പെണ്ണ്, എന്റെ കിതാബിലെ പെണ്ണേ, എന്റെ കിതാബിലെ പെണ്ണേ. കേട്ടാ? ശരിക്കും പാട്.
പാടാനൊന്നും അത് പറ്റത്തില്ല. പറ്റത്തില്ല. ഇപ്പൊ പാടിയത് കറക്റ്റ് ആയിരുന്നു പാട്ട്. ആ കറക്റ്റ് ട്യൂണായിരുന്നു. പാടി കേക്കട്ടെ. ഇല്ല, ഞാൻ ചോദ്യം ചോദിക്കുന്നില്ല ഇനി. പറ. എന്റെ കിതാബിലെ പെണ്ണെ. വന്നല്ലോ അങ്ങനെ വീണു ആദ്യമായിട്ട് പാട്ട് പാടി ഇവിടെ. വീണാ പാട്ട്. മീനൂട്ടി അങ്ങനെ ആദ്യമായിട്ട് 3 വർഷത്തിന് ശേഷം ഇതാ ടോപ്പ് സിംഗറിൽ പാടിയിരിക്കുന്നു. കിതാബിലെ പെണ്ണെ പാടിയിരിക്കുന്നു. എന്റെ ഒരു തുടക്കം മാത്രം. എന്റെ കീതാബിയിലെ പെണ്ണെ. പെണ്ണെ. ഓ ശരി. എന്റെ കിതാബിലെ പെണ്ണെ. അത് ബീലെ എന്താണ്? ശ്രീദേവ് പറഞ്ഞു. അത് പാടി നോക്ക്. എന്റെ കിതാബിലെ. ശ്രീദേവ് പറഞ്ഞല്ലോ ഇത് വെറും സാമ്പിള്. ഇത് അതെ, സാമ്പിൾ അതെ, വരാൻ സാമ്പിളാ. കിടക്കുന്നതേ. ശ്രീനന്ദ സർ, ഇന്ന് അങ്കിള് തരുന്നു 7.5 ഔട്ട് ഓഫ് 10. താങ്ക് യു സർ. അങ്കിൾ തരുന്നു 8.5. താങ്ക് യു സർ. അപ്പൊ ഞാനും അനുമാമും ചേർന്ന് മോൾക്ക് തരുന്നു 7.75. താങ്ക് യു സർ. 23.75 ഔട്ട് ഓഫ് 30. താങ്ക് യു സർ. അപ്പൊ നാരോ മിസ് മോൾക്ക് കിട്ടുന്നത് 8 wow. താങ്ക് യു സർ. അടിയൊരു മമ്മൂക്കപ്പൂ കുറ്റി. Congratulations, you are awarded 8 wow. 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 താങ്ക് യു സർ. അപ്പോൾ ഇനി പ്രേക്ഷകർ ചെയ്യേണ്ടത് ഇത്ര മാത്രം. എല്ലാവരും വേഗം തന്നെ ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇവിടെ ഇപ്പോൾ QR കോഡ് കാണാൻ പറ്റും. അത് സ്കാൻ ചെയ്ത് പാട്ട് ഇഷ്ടമായിട്ടുള്ള എല്ലാവരും തന്നെ വോട്ട് ചെയ്യണം. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. അപ്പോൾ ചക്കര, ഓൾ ദ ബെസ്റ്റ്. ബൈ ബൈ. അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാരും എക്സാമിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയല്ലേ. പഠിക്കുമ്പോൾ ടൈം പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റാത്തല്ലേ നിങ്ങൾ നേരിടുന്ന മെയിൻ പ്രോബ്ലം. എന്നാൽ 90+ ആപ്ലിക്കേഷനിൽ എക്സാം ഓറിയൻറ്റഡ് ആയി തയ്യാറാക്കിയിരിക്കുന്നു. ഫോക്കസ് ഏരിയ മെറ്റീരിയൽസ് പഠിച്ചു കഴിഞ്ഞാൽ പരീക്ഷ എത്തും മുമ്പേ തന്നെ കൂട്ടുകാർക്ക് 90+ മാർക്ക് ഉറപ്പാക്കാൻ കഴിയും. കംപ്ലീറ്റ് സിലബസ് റിവൈസ് ചെയ്യാൻ ഓരോ ചാപ്റ്റേഴ്സും വീഡിയോസ് രൂപത്തിൽ ആനിമേറ്റഡ് വിഷ്വൽസ് ഉപയോഗിച്ചാണ് 90+ ഒരുക്കിയിട്ടുള്ളത്. സോ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ 90+ മൈ ട്യൂഷൻ ആപ്പ്. ബോർഡ് എക്സാമിന് സ്വന്തമാക്കൂ 90+ മാർക്സ്. പ്രിയ സംഗീത വിരുന്നിൽ രാഗവസന്തം പകർന്ന കൊച്ചുമിടുക്കി കണ്ണൂരിൽ നിന്നും നമ്മുടെ ദേവനക്കുട്ടി. വെൽക്കം ദേവ്ന CK ഓൺ സ്റ്റേജ്. എന്തുകൊണ്ട് മോളെ നടത്ത എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അന്ന നട അല്ലേ? പാവാട ജീൻസ് ആണെങ്കിലോ ഒരു ജീൻസ് ഒക്കെ ഇട്ട് നോക്ക്, എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഒരു കോട്ടും ജീൻസും. എനിക്കൊന്ന് കാണണം ഒരു ദിവസം ജീൻസ് ഇട്ടൊരു ഒരു പാട്ട്. CK ദേവനെ എന്നൊക്കെ മാറ്റിട്ട് CKD പ്രസൻസ്. ഏത് പാട്ടാ മോളെ? കണ്ണുനീർ മുത്തുമായി കാണാനെത്തിയ കതിര് കാണാക്കിളി ഞാൻ. കണ്ണുനീർ മുത്തുമായി കാണാനെത്തിയ കതിരു കാണാക്കിളി ഞാൻ. അങ്ങനല്ലേ? ആ മോളും തകർക്കുമല്ലേ? അതെന്തോ ഒരു തകർക്കും. അങ്ങനെ തകർക്കും പറ. തകർക്കും. അതായത് കോൺഫിഡന്റ് വേണം. അത് കോൺഫിഡൻസ് ആയിട്ടിരുന്ന് പറയണം ഞാൻ തകർക്കും. അങ്ങനെ തന്നെ വേണം. തട്ടിക്കും. ഓക്കെ മോളെ, ഓൾ ദ ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. കണ്ണുനീർ മുത്തുമായി കാണാനെത്തിയ കതിരു കാണാക്കിളി ഞാൻ. എന്നോടിത്ര പരിഭവം തോന്നുവാനെന്തു പറഞ്ഞു ഞാൻ. കണ്ണുനീർ മുത്തുമായി കാണാനെത്തിയ കതിരു കാണാക്കിളി ഞാൻ.
ഞാൻ എന്നോടിത്ര പരിഭവം തോന്നുവാനെന്തു പറഞ്ഞു ഞാൻ കണ്ണുനീർമുത്തുമായി കാണാനെത്തിയ കതിരു കാണാക്കിളി ഞാൻ. സീക്കടി ഓ മോളെ, എനിക്ക് പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല. അത്രയ്ക്ക് സന്തോഷമായി, അത്രയ്ക്ക് ഹൃദയം നിറഞ്ഞു, അത്രയ്ക്ക് ആത്മാവും നിറഞ്ഞു, അത്രയ്ക്കൊരു കുളിർമയുണ്ടായി, അത്രയ്ക്ക് ഞാനങ്ങ് സൂചിച്ചു. മോളിന്ന് വളരെ ശാന്തമായിട്ട് നിന്ന് ഈ സ്ക്രാച്ച് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തെ വന്നുള്ളൂ, കൊളുത്തിയ എന്ന് പറഞ്ഞു. ബാക്കിയെല്ലാം നല്ല വോയിസ് ആയിരുന്നു. ശുദ്ധമായ പരിശുദ്ധമായ നെയ്യ് കഴിച്ച് നമ്മളൊരു ഇഡ്ഡലിയൊക്കെ എടുത്ത് വെച്ചിട്ട് ഇച്ചിരി പഞ്ചസാരയൊക്കെ വെച്ച് അല്ലേ മിനുട്ടി, അതിനകത്ത് കുറച്ച് നെയ്യൊക്കെ ഇട്ട് ഇപ്പുറത്ത് കുറച്ച് പൊടി, ആ പൊടിയിൽ കുറച്ച് വേണമെങ്കിൽ നെയ്യ് ഒഴിക്കാം, അല്ലെ വെളിച്ചെണ്ണ ഒഴിക്കാം. അതൊക്കെ വെച്ചിട്ട് ഇതിങ്ങനെ ആ ഇഡ്ഡലി ചൂട് പൂ പോലത്തെ ഇഡ്ഡലി അതിങ്ങനെ ഇതെല്ലാം മുക്കി ഇങ്ങനെ കഴിച്ചാൽ ഇങ്ങനെ അതുപോലെ എനിക്ക് വളരെ ഇഷ്ടമാണ്. അത് ഓരോ സംഗതിയും കൃത്യമായിട്ട് പഠിച്ച് പാടി, അതുപോലെ തന്നെ ഭാവം ഗംഭീരമായിട്ട് പാടിയിട്ട് വന്നു. പിന്നെ എനിക്ക് ഒരു സ്ഥലത്ത് എനിക്ക് രണ്ടാമത് ഒരു എന്താ മനസ്സിൽ കൊളുത്തിയ ഉള്ള സ്ഥലമുണ്ടല്ലോ, അവിടെ രണ്ടാമത് വന്നപ്പോൾ ഒരു ചെറിയ ഒരു ഇത് വന്നു. അതൊന്നും കുഴപ്പമില്ല, പക്ഷെ മോള് വളരെ വളരെ ഇമ്പ്രൂവ് ചെയ്തു. കഴിഞ്ഞ തവണ വന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് സ്ക്രാച്ച് എന്നൊക്കെ ഒരുപാട് വന്നുകൊണ്ടിരുന്നിടത്ത് ഒരു ശാക്കലം വന്നു. പക്ഷെ ഇപ്പം എങ്ങനെയാണോ പ്രാക്ടീസ് ചെയ്തത്, ആരാണോ പഠിപ്പിച്ചത്, അങ്ങനെ തന്നെ മുമ്പോട്ട് പോവുക. അപ്പം നാട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലോ. ആരായിരുന്നു ഒരു മാമൻ? ഉപേന്ദ്ര മാമൻ. ഉപേന്ദ്ര മാമൻ. അല്ല, എനിക്കൊരു പ്രാവശ്യമെങ്കിലും അത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് സുഖം വരത്തില്ല. അതുപോലെ തന്നെ പറയേണ്ട കാര്യമില്ല, ഓർക്കസ്ട്രയുടെ ആ അറേഞ്ച്മെന്റ്സ് ആൻഡ് ഫ്ലൂട്ടും കീബോർഡും എല്ലാരും ഗിറ്റാറും എല്ലാരും തബലയും ആ പ്ലം പ്ലം പ്ലം, പക്ഷെ അത് കറക്റ്റ് ആയി അവൾ എടുത്തുവല്ലേ? കറക്റ്റ് ആയിട്ട് എടുത്തു. അത് 3 പ്ലം അങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തുവല്ലേ? അപ്പൊ 3 പ്ലം അങ്ങനെ പൊറുക്കിയെടുത്ത് പിന്നെ പെരുക്കിയെടുത്ത് എന്ത് പറയും? പെറുക്കിയെടുത്തു. അത് തമിഴില് പൊറുക്കിയാണ്. നമ്മളെല്ലാം കള്ളം പറഞ്ഞു പഠിപ്പിക്കുക കേട്ടാ. നമ്മൾ അവസാനം തമിഴ്നാട്ടിൽ പോയിട്ട് പൊറുക്കി എന്ന് പറഞ്ഞ കവലക്കുറ്റി കഴിക്കും. അല്ല, അത് പൊറുക്കിയെടുക്കുക എന്ന് പറയും തമിഴില്. അല്ല, പണ്ട് ഇതുപോലെ ആരണ്ട് മദ്രാസിൽ പോയിട്ടേ സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് ഓട്ടോയിൽ കയറി കോടപ്പാക്കത്ത് എത്തിക്കഴിഞ്ഞിട്ട് ഇറങ്ങി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ 100 രൂപ ചോദിച്ചു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് 100 രൂപ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി വാല്യൂ ഉണ്ട്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞ് ഭയങ്കര തർക്കം. ഇവർക്ക് മലയാളം മാത്രമേ അറിയൂ, തമിഴ് അത്ര അറിയില്ല. എല്ലാം സംസാരിച്ച് കഴിഞ്ഞ് ഭയങ്കര വാക്ക് തർക്കം. ഇതൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞ് ഭയങ്കര വഴക്കം അങ്ങോട്ടും ഇങ്ങോട്ടും. അവസാനം എല്ലാം കഴിഞ്ഞ് പോട്ടെ എന്ന് പറഞ്ഞ് 100 രൂപ എടുത്ത് കൊടുത്തു, കൊണ്ടുപോ. എന്നിട്ട് അവസാനം പറഞ്ഞു, ഇപ്പോൾ തിരിഞ്ഞ് നടന്നതാണ് അയാൾ. എന്നിട്ട് പറഞ്ഞു, കാര്യമൊക്കെ ശരി, നിന്റെ സംസാരം ശരിയല്ല എന്ന് പറഞ്ഞു ഓട്ടോക്കാരനോട്. എല്ലാം കഴിഞ്ഞ് പുറപ്പെട്ടതായിരുന്നു. വീണ്ടും അവിടെ ഭയങ്കര ബഹളം, അടിപിടി ബഹളം. സംസാരം എന്ന് വെച്ചാ വൈഫ് എന്നാണ്. അതെ അതെ. പെരുക്കിന്ന് വെച്ചാൽ നമ്മൾ എന്ത് അതിന് പറയാൻ കാര്യം എന്താണെന്നറിയാം? പ്ലം കേക്ക്. അതാണോ? അതുകൊണ്ടാണ് ആ ഐറ്റം തന്നെ 3 പ്ലം. ഓക്കെ, ഇനിയൊരു മീനിങ് പറയാം. പെരുക്കിന്ന് വെച്ചാ ഈ സ്വീപ്പ് ചെയ്യുന്നതല്ലേ, അതാണ് പെരുക്കി. അതായത് തൂത്തെടുക്കത്തില്ലേ, അങ്ങനെ പെരുക്കി പൊടുങ്ക എന്ന് പറയും. തമിഴിൽ ഒരു വാക്കിന് തന്നെ 5 അർത്ഥമുണ്ട് കേട്ടോ. അതുകൊണ്ട് സൂക്ഷിക്കണേ, മോളും സൂക്ഷിച്ചോണം കേട്ടോ. അനുമേടെ എന്തെങ്കിലും പറയുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കേട്ടോ. അപ്പൊ നന്നായിട്ട് പാടി, അത്രയേ ഉള്ളൂ. കുട്ടി പൊളിച്ചു, സൂപ്പർ. ആദ്യത്തെ ലൈനിൽ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഞാനിൽ ഇത് വന്നിരുന്നു, ഒരു ചെറിയൊരു സ്ക്രാച്ച്. പിന്നെ അത് കാര്യമായിട്ടൊന്നും തന്നെ കേട്ടില്ല. പിന്നെ സസ്റ്റെയിൻ വരുന്നിടത്തൊക്കെ ദേവന എന്റെ കണ്ണിൽ നോക്കിയാ സസ്റ്റെയിൻ കഴിയുന്നത് വരെ നോക്കും. വന്നില്ല യെസ് വന്നില്ല. എല്ലായിടത്തും സസ്റ്റെയിൻ. അല്ല, ഞാൻ റിഹേഴ്സലില് സാറ് അങ്ങനെയൊക്കെ കാണിച്ചു. ഇങ്ങനെ പറഞ്ഞാല് സ്ക്രാച്ച്, ഇങ്ങനെ പറഞ്ഞാല് ക്ലീൻ. അതാണ് റിഹേഴ്സൽ പാടുന്ന സമയത്ത് സസ്റ്റെയിൻ മത്സരത്തിൽ ഇങ്ങനെ കാണിച്ചു. മനസ്സിലായില്ലേ? വളരെ കൃത്യമായിരുന്നു. അതെ, ഇപ്രാവശ്യം സസ്റ്റെയിൻ വളരെ കണ്ണിൽ നോക്കി സസ്റ്റെയിൻ പാടാൻ പറയും. കണ്ണിൽ നോക്കി നുണ പറയാന്നൊക്കെ പറയുന്ന മതി. കണ്ണിൽ നോക്കി സസ്റ്റെയിൻ എടുത്തത്. എന്നിട്ട് അത് ആ സസ്റ്റെയിൻ കഴിഞ്ഞ് ഓർക്കസ്ട്ര കയറുമ്പോൾ അവളുടെ മുഖത്തൊരു ചിരി വരും എന്നെ നോക്കി. ശരിയായില്ലേ?
അപ്പൊ അത് ഓക്കെ. അപ്പം ഞാനിങ്ങനെ വിചാരിക്കുകയാണ് ആ സ്ക്രാച്ച് വരൂ അല്ലെങ്കിൽ സാറ് ഒരു എപ്പിസോഡിൽ പറഞ്ഞില്ലേ അങ്ങനെ പറഞ്ഞില്ലേ, അത് വന്നില്ല. അതും വന്നില്ല. അപ്പൊ എല്ലാം കുറച്ചായിട്ട് അവ കറക്റ്റ് ചെയ്ത് തുടങ്ങി അല്ലേ? വെരി ഗുഡ്. ഇന്ന് പാടിയത് എല്ലാം അങ്കിളിന് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. സൂപ്പറായിട്ട് പാടി മോള് കേട്ടോ. എല്ലാ ഭാഗങ്ങളും വളരെ നന്നായിരുന്നു. എനിക്ക് എടുത്തു പറയാനുള്ളത് മോള് കൊടുക്കുന്ന എക്സ്പ്രഷൻസ് കേട്ടോ, എത്ര വളരെ കുഞ്ഞു പ്രായത്തിൽ കൊടുക്കുന്ന ആ എക്സ്പ്രഷൻസ് ഒരു പ്രത്യേക രീതിയിലാണ് മോളുടെ സംഗതികളൊക്കെ പാടുന്ന രീതി. എൻ്റെ ഒരു നിഗമനം അനുസരിച്ച് മോള് നല്ലൊരു ഫേമസ് ആയിട്ടുള്ള പാട്ടുകാരിയാവും കേട്ടോ. താങ്ക് യു സർ. വളരെ മനോഹരമായിരുന്നു കേട്ടോ. സൂപ്പറായിട്ട് പാടി മോള്. ഓക്കെ, താങ്ക് യു സർ. ഇതിപ്പോ ഈ പാട്ട് കേട്ടപ്പോൾ എനിക്ക് ഈ ഒരു പാട്ടാണ് ഓർമ്മ വരുന്നത്, രാധാകൃഷ്ണേട്ടൻ ചെയ്തത്. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. ദുഃഖത്തിൻ മുള്ളുകൾ തൂവിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്നു ഭാര്യ. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. അങ്ങനെയാണെ മധു. വാതുക്കലെത്തുന്ന നേരം ചിരിക്കുന്ന വാസന്തി പൂവാണ് ഭാര്യ. ഇതല്ലേ നിന്റെ ആദ്യത്തെ ദുഃഖം വരുമ്പോൾ തലോടി മയക്കുന്ന മൈക്കണ്ണിയാളാണ് ഭാര്യ. നല്ല ഭാര്യ. ശരിക്കും ഇതല്ലേ ആദ്യം ഉണ്ടായത്? ഇതാണ് ശരിക്കും. അന്ന പറഞ്ഞ കൂടി ഉണ്ട്, പിടിച്ചോ. പൂമുഖവാതിൽക്കൽ പാട്ടുകൂടെ ആർക്കും ഇഷ്ടമല്ല. ഇനി മുതല് ദീപു ഇവിടെ തന്നെ താമസം. അവിടെ അപ്പുറത്തെ റൂമില് അവിടെ പായ വിരിച്ച ദിവസം കിടക്കും. ഇഷ്ടപ്പെട്ടോ ദേവനകുട്ടി? ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു ദേവന്റെ പാട്ട്. അത് ദേവനെ എനിക്ക് തോന്നുന്നു ഇപ്പൊ തിരിച്ചു വരുന്നുണ്ട്. ദേവനുടെ എല്ലാം ആദ്യം പാടിയ ആ ഒരു മാജിക് വീണ്ടും വീണ്ടും വരുന്നു. ഇപ്പൊ കൂടി കേറി വരുന്നു. വളരെ ക്ലാസിക്കായ ഒരു തമിഴ് പാട്ട് ഓർമ്മ വന്നു. ഈ സ്തുതി തന്നെ തരാം. ചിത്തിരം പേസുതടി എൻ സിந்தை മയங்குതടി, ചിത്തിരം പേസുതടി മുത്ത് സരங்களை പോൽ മോകത പുന്നകை മിന്നുതടി, ചിത്തിരം പേസുതടി. വളരെ ക്ലാസിക് ആണ്. അപ്പോൾ ഞാനും ദീപകങ്ങളും ഒരുമിച്ച് പാടിയ ഒരു ഹിന്ദി പാട്ട് ഓർമ്മ വന്നു. മുജ്കോ അപ്നെ ഗലെ ലഗാ ലോ ഹൈ മേരെ ഹംരാഹി, तुमको क्या बतलाऊं मैं कि तुमसे कितना प्यार है, मुझको अपने गले लगा लो. എല്ലാ പാട്ടിന്റെയും തുടക്കം ഒരുപോലെ ഇരിക്കുന്ന എല്ലാം കേൾക്കാൻ രസമുണ്ട്. ഈ ഒരു തുടക്കത്തിന് എന്തോ ഒരു ഭയങ്കര അസാധ്യം. എന്നാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയി പല ക്രൗണുകൾ നമ്മൾ മേടിക്കണം. മേടിക്കാല്ലേ നമ്മള്? പിന്നെന്താ, ദേവിന്റെ കുട്ടി ഒരു സ്വപ്നം കണ്ടു. അയ്യോ എന്നാ പറയണ്ടല്ലേ മീനുകുട്ടി? എന്നാ പിന്നെ പറയണം. മുത്തിന് വളരെ ഇഷ്ടമാണ്. ഇല്ല പറഞ്ഞോ. ഒരു ദിവസം ഞാൻ ഉറങ്ങുമ്പോ ലൈറ്റൊക്കെ ഓഫ് ആക്കിയിട്ടാണ് കിടന്നത്. ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങോട്ടാകുമ്പോൾക്ക് ഒരു പ്രേതവും. അതാണോ സ്വപ്നം? പിന്നെ അല്ല, എവിടെ കിടന്നപ്പോഴാ? വീട്ടിലാണോന്നൊന്നും അറിയില്ല. മീനൂട്ടി സ്വപ്നത്തിൽ എവിടോ എവിടെയാ എവിടെയോ കിടന്നുറങ്ങുന്നു. ഉറങ്ങിയിട്ട് ഇടത്തോട്ട് തിരിഞ്ഞപ്പോ കുഴപ്പമൊന്നുമില്ല, വലത്തോട്ട് തിരിഞ്ഞപ്പോ ഉണ്ട് മീനൂട്ടി കിടക്കുന്നു. ഇല്ല, അങ്ങോട്ട് തിരിഞ്ഞപ്പോ ഒരു പ്രേതം. എന്നിട്ട് എന്തുണ്ടായി? എന്നിട്ട് ഞാനും
അമ്മമ്മ ഉണ്ടായിരുന്നു. അമ്മയും കൂടിയിട്ട് ഇങ്ങനെ TV കാണുമായിരുന്നു. പെട്ടെന്ന് ഒരു ആൻറ്റി വന്നിട്ട് പോയതാ. പിന്നെ അവിടെ ഒരു വാതിൽ പൊട്ടി. പിന്നെ ഞങ്ങൾ ഇങ്ങനെ നോക്കുമ്പോ ഈ പ്രേതം. പിന്നെ ഞങ്ങൾ പ്രേതം. എന്നിട്ട് ഞങ്ങള് പെട്ടെന്ന് ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് പെട്ടെന്ന് കടന്നു. രാവിലെ എണീക്കുമ്പോ നല്ല പേടി. പിന്നെ ലൈറ്റ് ഓഫ് ആക്കാൻ പോകുമ്പോ പിന്നെ എവിടെ പോകുമ്പോ എന്റെ അമ്മേനെ വേണം. എവിടെ സ്വപ്നമല്ലേ ഇങ്ങനെയൊക്കെയാണ് കാണുന്നത്. സ്വപ്നം എപ്പോഴും കറക്റ്റ് ആയിട്ട് കാണുന്നില്ല. കുറച്ചു ദൂരം പോയി കഴിഞ്ഞാൽ പിന്നെ വേറൊരു ഏരിയ പോകും. ശരി, എന്റെ സ്വപ്നം അങ്ങനെ. എന്താ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ? ചോദ്യോ ശരിയാക്കി തരാം. സാധാരണ കേസിൽ യെസ്റ്റർഡേ, ടുഡേ, ടുമോറോ. പക്ഷെ ഒരു അബ്നോർമൽ കേസിൽ ടുഡേ, ടുമോറോ, യെസ്റ്റർഡേ എന്ന് വരും. അത് എവിടെയാണ് ആ ഓർഡറിൽ നമ്മൾ ചിന്തിക്കേണ്ടി വരുന്നത്? അങ്ങനത്തെ നല്ല ചോദ്യങ്ങൾ മീനുട്ടിക്ക് അറിഞ്ഞൂടാ. ചേച്ചി കണ്ടുപിടിച്ച എനിക്കൊന്നും അറിയില്ല. യെസ്റ്റർഡേ, ടുഡേ, ടുമാറോ എന്ന് വരും. പക്ഷെ ചില കേസിൽ ടുഡേ, ടുമാറോ, യെസ്റ്റർഡേ എന്ന് വരും. അതെ, ഈ യെസ്റ്റർഡേ ഓർഡറിലല്ല വരിക. യെസ്റ്റർഡേ സിനിമയുടെ പേരാണോ? അല്ലല്ല, ഇതിന് ഉത്തരം മലയാളത്തിലാണല്ലേ, അതുകൊണ്ടാണ് ചോദിച്ചത്. അതെ, ടുഡേ കഴിഞ്ഞിട്ടേ യെസ്റ്റർഡേ വരുള്ളൂ. സാധാരണ യെസ്റ്റർഡേ കഴിഞ്ഞിട്ടല്ലേ ടുഡേ വരിക. അത് എന്ത് കേസിലാണ്? സാറ് തന്നെ പറ. ശരി, ഡിക്ഷണറിയില് ടി കഴിഞ്ഞിട്ടാണ് വൈ വരിക. തോറ്റോ? ടുഡേ ടുമോറോ. എങ്കിൽ സാർ എന്തെങ്കിലും ചോദിക്കേ. ഞാൻ പറയാം. ഏറ്റവും കൂടുതൽ ആപ്പിൾ ഉണ്ടാവുന്ന സ്ഥലം. ആപ്പിളിന്റെ മരത്തില്. ഞാൻ പറയാൻ അതല്ല ഇന്നലെ വിട്ടേക്ക്. സികെഡി നമ്മുടെ മാർക്ക് 9.5 out of 10. താങ്ക് യു സർ. 9 out of 10. താങ്ക് യു സർ. ഞാനും അനുമാമും ചേർന്ന് മോൾക്ക് തരുന്നു 9.25. താങ്ക് യു സർ. 27.75 out of 30. താങ്ക് യു സർ. And Devana CK inform a golden crown. ആടിയൊരു സികെഡി പൂക്കുറ്റി. Congratulations, you are awarded a golden cow. താങ്ക് യു സർ. അപ്പോൾ ഇനി പ്രേക്ഷകർ ചെയ്യേണ്ടത് ഇത്ര മാത്രം. എല്ലാവരും വേഗം തന്നെ ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇവിടെ ഇപ്പോൾ QR കോഡ് കാണാൻ പറ്റും. അത് സ്കാൻ ചെയ്ത് പാട്ട് ഇഷ്ടമായിട്ടുള്ള എല്ലാവരും തന്നെ വോട്ട് ചെയ്യണം. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. ഓൾ ദി ബെസ്റ്റ്. ടാറ്റ. ഇതുപോലെ പഠിക്കണം കേട്ടോ മോളെ. തിരുവനന്തപുരം ദേശം വാഴും രാജാതിരാജൻ അഖില ലോക തിരുമുടിഞ്ഞ മണ്ടൻ തിരുമനസ് അന്തപുരത്ത് നിന്നും ഹാളിലേക്ക് എഴുന്നേറ്റി വരുന്നേ. ഇല്ല രാജൻ, ഞാൻ ഒന്നും മുക്കിയിട്ടില്ല. ഓ അതല്ല, നോം താങ്കളെ അഭിസംബോധന ചെയ്തതാണ്. ഓ ഭാഗ്യം, രക്ഷപ്പെട്ട്. മന്ത്രി, എന്തൊക്കെയാണ് നാട്ടിലെ വാർത്തകൾ? അതിന് TV വെച്ച് നോക്കിയാ പോരെ, എന്നെ വിളിക്കേണ്ട കാര്യമുണ്ടോ? രാജൻ, നീ പ്രാണി വരുന്നു. വല്ലതെടുത്ത് തല്ലിക്കൊല്ലതിനെ. എന്തിന്? പ്രാണിയെ. അയ്യോ പ്രാണിയല്ല രാജൻ, റാണി. റാണി അങ്ങയുടെ ഭാര്യ. രാജൻ, ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിനെ കുറിച്ച് അങ്ങക്ക് എന്താണ് അഭിപ്രായം? കൊള്ളാം, നല്ലത് തന്നെ. നിന്നെ കൊണ്ടുള്ള ശല്യം ഞാൻ മാത്രമല്ല നാട്ടുകാരൂടി അറിയട്ടെ. റാണി ചാനൽ തുടങ്ങിക്കോ, പക്ഷേ കേക്ക് ഉണ്ടാക്കുന്നതും പാചകവും വേണ്ട. എങ്കിൽ അടുത്ത തവണ യുദ്ധത്തിന് പോകുമ്പോ രാജൻ എന്നെയും കൂടെ കൊണ്ടുപോകണം. അതെന്തിന്? ലൈവ് പോവാൻ. ആ യുദ്ധത്തിന് ഇടയ്ക്ക് എന്ന് ഏറിയാലേ ലൈവ് അല്ല, ലൈഫ് തന്നെ പോകും. അതിനിപ്പോ നേരിട്ടല്ലോ യുദ്ധം, ഓൺലൈൻ വഴിയല്ലേ? അതെ, അതുകൊണ്ട് ടെൻഷൻ ഇല്ലാതെ യുദ്ധത്തിന് പോകാം. മാത്രമല്ല ഓൺലൈൻ യുദ്ധത്തിൽ ഒരിക്കലും തോക്കത്തില്ല.
തോക്കത്തുമില്ല. അതെന്താ രാജൻ? തോക്കുമെന്ന് ഉറപ്പായാലേ നെറ്റ് ഓഫ് ചെയ്തിട്ട് അങ്ങ് പോയാ മതി. ഒരിക്കലും തോക്കത്തില്ല. ആരെവിടെ? രാജഗുരുവിനോട് വരാൻ പറയൂ. ഉത്തരവ് പോലെ. കൊറേ നേരം കുന്തം പിടിച്ചു നിന്നിട്ട് ഒരു ഡയലോഗ് കിട്ടി. രാജഗുരു എന്താ ജീൻസ് ഒക്കെ ഇട്ട് വരുന്നേ? അളിയ ബാല പൊളിയോ എന്നാ തോന്നുന്നേ. ഇടവേള കൊടുക്ക്. അല്പസമയം നിങ്ങൾക്കും ഞങ്ങൾക്കും ഇടവേള. ആരാ മനസ്സിലായില്ലല്ലോ? അതെ, ഞാൻ കുറച്ച് ദൂരെന്ന് വരുവാ. ബാലെ ബുക്ക് ചെയ്യാനാണെങ്കിലേ മുതലാളിയെ വിളിക്കാം. അണ്ണാ രവി അണ്ണാ വാ അണ്ണാ. ഫൈനൽ റിഹേഴ്സൽ ചെയ്യുമ്പോ തന്നെ ബുക്കിംഗ് വന്ന കണ്ട അണ്ണാ, ഈ കൊല്ലം നമ്മൾ പൊളിക്കും. അയ്യോ, ഞാൻ ബാലെ ബുക്ക് ചെയ്യാൻ വന്നതല്ല, നിങ്ങളുടെ ഈ ബാലെ നാടനെ ബുക്ക് ചെയ്യാൻ വന്നതാ. വേറെ ട്രൂപ്പിലേക്ക് വിളിച്ചോണ്ട് പോവാനാച്ചലേ ഞാൻ ഇവനെ വിടത്തില്ല. നാളെ മുതൽ ഇഷ്ടം പോലെ പരിപാടിയാ. അതിന് ഞാൻ ബാലേക്കാരനല്ല, സിനിമാക്കാരനാ. പ്രൊഡക്ഷൻ കൺട്രോളർ ലാലേട്ടനെ നായകനാക്കി ഒരു പുതിയ സിനിമ ചെയ്യുന്നുണ്ട്. അതിലേക്ക് രാജാവിന്റെ വേഷം ചെയ്യാൻ ഇയാളെ വിളിക്കാനാണ് ഞാൻ വന്നത്. നേരാണോ? എടാ, നിന്നെ സിനിമയിലെടുത്തെന്ന്, അതും ലാലേട്ടന്റെ പടം. അതിന് ഇയാളെന്തിനാ ബോധം കെട്ട് വീഴണ? അതോ, ഇവൻ രക്ഷപ്പെടുമല്ലോ എന്നോർത്തേ അവൻ ഈഗോ അടിച്ച് ബോധം കെട്ടതാ. എണീക്കടാ. അതിന് രാജാവ് മാത്രമല്ല, മന്ത്രി വേഷം ചെയ്യാനും ആള് വേണം. ഒരു കാര്യം ചെയ്യ്, താനും കൂടെ ഷൂട്ടിങ്ങിന് വന്നോ. അപ്പൊ എന്നെ സിനിമയിലെടുത്തോ? ഇപ്പൊ എന്തിനാ ഇയാള് ബോധം കെട്ട് വീഴണ? അത് ഞങ്ങൾ രണ്ടുപേരും രക്ഷപ്പെടല്ലോ എന്നോർത്ത് ഈഗോ അടിച്ചതാ. എന്നാ ശരി, ഷൂട്ടിങ്ങിന്റെ ഡേറ്റ് ഒക്കെ ഞാൻ പിന്നെ പറയാം. ആശാനെ എഴുന്നേക്ക് ആശാനെ. എടാ, ഇവിടെ നോക്കി നിൽക്കാതെ വാ, റിഹേഴ്സൽ ചെയ്യാ. റിഹേഴ്സലൊക്കെ ഇയാള് തന്നെ അങ്ങ് നോക്കിയാ മതി, ഞങ്ങളില്ല. ഇങ്ങനെ പറഞ്ഞാലെങ്ങനെ? നാളെ മുതൽ ബാലുള്ളതല്ലേ. അതെ, അതിന് ഇപ്പൊ ഞങ്ങള് ബാലേക്കാരല്ല, സിനിമാക്കാരാ. ഞങ്ങളുടെ പടം വന്ന് ഇറങ്ങട്ടോ, കാണിച്ചു തരാം. എടാ, ശമ്പളം വേണേ കൂട്ടിത്തരാം. രാജയോഗം വന്നപ്പോ ഇനി ആർക്ക് വേണം തന്നെ നക്കാപ്പിച്ച? അതെ അളിയാ, നമുക്കിതൊന്ന് ആഘോഷിക്കണം. തലവരയ്ക്കൊരു തിളക്കം വെച്ചപ്പ കിടച്ച സൗഭാഗ്യം. ഇത് ശനിദശയുടെ ഒടുക്കം കിട്ടിയ സാക്ഷാൽ രാജയോഗം. തലവരയ്ക്കൊരു തിളക്കം വെച്ചപ്പ കിടച്ച സൗഭാഗ്യം. ഇത് ശനിദശയുടെ ഒടുക്കം കിട്ടിയ സാക്ഷാൽ രാജയോഗം. തലവരയ്ക്കൊരു തിളക്കം വെച്ചപ്പ കിടച്ച സൗഭാഗ്യം. ഇത് ശനിദശയുടെ ഒടുക്കം കിട്ടിയ സാക്ഷാൽ രാജയോഗം. അനുഭവിക്കട മച്ചാനെ, എന്നെ അനുസരിക്കട മക്കാനെ. അനുഭവിക്കട മച്ചാനെ, എന്നെ അനുസരിക്കട മക്കാനെ. അട്ടിക്ക് പോലും ഗതിയില്ല നമ്മുടെ കഷ്ടകാലം കഴിഞ്ഞേ. തലവരയ്ക്കൊരു തിളക്കം വെച്ചപ്പ കിടച്ച സൗഭാഗ്യം. ഇത് ശനിദശയുടെ ഒടുക്കം കിട്ടിയ സാക്ഷാൽ രാജയോഗം. ചെങ്കോലു കയ്യിലെടുത്ത ചെങ്കോലു കയ്യിലെടുത്ത ചേരൻ ചെങ്കുട്ടുവൻ, ഞാൻ വീരൻ ചെങ്കുട്ടുവൻ. നടാകെ വീണു വണങ്ങും വീരൻ കട്ടപ്പമ്മൻ, ഞാൻ രാജാ രാമഭദ്രൻ. അപ്പൊ ഞാനോ? നീ എന്റെ കുശലിക്കാരൻ, അതങ്ങ് പള്ളി ചെന്ന് പറഞ്ഞാ മതി. ഉച്ചാളിയായ നിന്റെ മണ്ടയിൽ തമാസമാക്കും ഉശിരുള്ള ജഗതില്ലൻ മുഖ്യമന്ത്രി ഞാൻ. ഉച്ചാളിയായ നിന്റെ മണ്ടയിൽ തമാസമാക്കും ഉശിരുള്ള ജഗതില്ലൻ മുഖ്യമന്ത്രി ഞാൻ. അമ്പടരി ഭിണ്ടതള ഭണ്ടരമണി കുണ്ടുകളിൽ വീക്കിരികിരി മാക്കുമെടുത്താം. ചെഞ്ചകജക കുഞ്ചതള വഞ്ചകിലും ഹിന്ദുതല ചാടകളത് വാക്കുമെടുത്താം. തലവരയ്ക്കൊരു തിളക്കം വെച്ചപ്പ കിടച്ച സൗഭാഗ്യം. ഇത് ശനിദശയുടെ ഒടുക്കം കിട്ടിയ സാക്ഷാൽ രാജയോഗം.
പുള്ളിക്കാരനാ, അത് നിന്റെ അമ്മായിയപ്പൻ. കുന്നോളം കൂട്ടി വെക്കും പൊന്നും പണവുമുള്ള ധനമുള്ള ഖജനാവിൻ കാര്യദർശി ഞാൻ. കുന്നോളം കൂട്ടി വെക്കും പൊന്നും പണവുമുള്ള ധനമുള്ള ഖജനാവിൻ കാര്യദർശി ഞാൻ. ഭൂഷണത്തിന് ഭൂഷണമായി തോണ്ടി വീണ എങ്ങനെ ധാന്യേറെ കാവലിരുത്തും. ഏട്ടനയുടെ ചുട്ടിനിക്ക് കെട്ടതൊരു ചുട്ടനിധി കിട്ടിയത് ഒറ്റ സമവൻ. ഒരു തിളക്കം വെച്ചപ്പോ കിടച്ച സൗഭാഗ്യം ഇത് ശനിദശയുടെ ഒടുക്കം കിട്ടിയ സാക്ഷാൽ രാജയോഗം. ഹേ അനുഭവിക്കട മച്ചാനെ എന്നെ അനുസരിക്കട മക്കാനെ. ഹേ അനുഭവിക്കട മച്ചാനെ എന്നെ അനുസരിക്കട മക്കാനെ. അഷ്ടിക്ക് പോലും ഗതിയില്ല നമ്മുടെ കഷ്ടകാലം കഴിഞ്ഞേ. തലവരയ്ക്കൊരു തിളക്കം വെച്ചപ്പോ കിടച്ച സൗഭാഗ്യം ഇത് ശനിദശയുടെ ഒടുക്കം കിട്ടിയ സാക്ഷാൽ രാജയോഗം. തന്തന 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 തന തന്തന തന്തന തര 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 തന്തന തന്തന. ഹലോ, ഞാനേ ഒരു അത്യാവശ്യ കാര്യം പറയാൻ വന്നതാ. എന്താ സാറേ, കോസ്റ്റ്യൂം ഞങ്ങൾ കൊണ്ടുവരുന്നു? ഏയ് അതല്ല, ഷൂട്ടിന്റെ ഡേറ്റ് ഫിക്സ് ആയി, അത് പറയാൻ വന്നതാ. എന്താ സാറേ, നാളെ തന്നെ ഞങ്ങൾ വരണോ? നാളെയൊന്നും വരണ്ട, ലാലേട്ടൻ 5 കൊല്ലത്തേക്ക് ഡേറ്റ് ഇല്ല. അതുകൊണ്ട് 5 കൊല്ലം കഴിഞ്ഞേ നമ്മുടെ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കൂ. അപ്പൊ 5 കൊല്ലം കഴിഞ്ഞ് കാണാം. 5 കൊല്ലമോ? എടാ ഇനി എന്ത് ചെയ്യും? രവിയണ്ണന്റെ കാല് പിടിച്ച് എങ്ങനെയും തിരിച്ചു കയറാം. 5 കൊല്ലം പട്ടിണി കിടന്നാലേ രാജാവ് പോയിട്ട് ബടന്റെ വേഷം പോലും കിട്ടത്തില്ല. എന്റെ രവിയണ്ണ, നിങ്ങൾ ഇങ്ങനെ നിൽക്കാതെ ബാക്കി റിഹേഴ്സൽ നോക്കണ്ടേ? ആ, റിഹേഴ്സൽ ഒക്കെ ചെയ്യാം, പക്ഷേ ശമ്പളം ഞാൻ കുറയ്ക്കും. ശമ്പളം കുറച്ചാലും വേണ്ടില്ല അണ്ണ, ഞങ്ങൾ ഉപേക്ഷിക്കല്ലേ പ്ലീസ്. അയ്യേ, എന്താടാ ഇത്? ഒരു രാജാവിന്റെ രോദനം. എല്ലാവർക്കും ഒരു വലിയ കൈ. അപ്പൊ നമുക്ക് കുന്തത്തിൽ നിന്ന് തുടങ്ങാം. എടാ, നീ ഒരു കുന്തം തന്നെയാണ്. കാരണം അതിനിടയ്ക്ക് ഇവന് കുന്തം എടുത്ത് മാനനെടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു നീ പിടിച്ചോണ്ട് നിന്നുള്ള. അത് ഓരോരുത്തർക്ക് എന്തെങ്കിലും സൗഭാഗ്യം വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇദ്ദേഹം സൂപ്പർ അസൽ സിനിമാ നടിയായി. അസൽ സിനിമാ നടിയാൽ ആ എന്താണ് മേക്കപ്പും അതെല്ലാം കൂടെ വന്നപ്പോഴത്തേക്ക് ഇത് അവന് ഇഷ്ടപ്പെടാത്ത റാണി അല്ലേ. പിന്നെ നിന്റെ കാര്യം ഞാൻ പറയാം, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹവും പിന്നെ നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോള് കുടപ്പനക്കുന്ന് രാജീവും ഇവിടുത്തെ മേക്കപ്പ് രാജേഷും പിന്നെ നമ്മുടെ മുതലാളി എല്ലാരും തകർത്ത് കേട്ടോ. ഓരോ പഞ്ചും എല്ലാം കൃത്യമായിരുന്നു. ലാസ്റ്റിൽ എന്താ പറഞ്ഞത്, ഒരു രാജാവിന്റെ രോദനല്ലേ. ക്ലീൻ ആയിരുന്നു കേട്ടോ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നിന്റെ പാട്ട് അതിഗംഭീരം കേട്ടോ. കാരണം ഇതൊരു കോമഡി പാട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിനകത്തുണ്ട് ഒരു സംഗതിയുണ്ട്. ആ സംഗതി ഒരു സംഗതി തന്നെയാണ്, ചില്ലറയൊന്നും അല്ലത്. അതൊരു 100 കിലോ വെയിറ്റ് ഉള്ള സംഗതിയാണ്. പിന്നെ വായിക്കാത്ത കൊള്ളാത്ത കുറെ വാക്കും. ശ്രീയേട്ട, പക്ഷെ നമ്മളെല്ലാരും ഒരു നല്ല കൈയടി തരണ്ടേ? ശ്രീയേട്ടൻ ഇങ്ങനെ പാടി വെച്ചിട്ടുണ്ടല്ലോ. എനിക്കിപ്പോ പറ്റുന്നില്ല. ഒന്ന് പറഞ്ഞു ആ ചെഞ്ചകന കൊഞ്ചടല വഞ്ചകനും ഹിന്ദു പല ജാടകളത് വാക്കുപിടുത്തം. ആ സംഗതി കൂടെ ഒന്ന് പാടിയത്. കാരണം രണ്ട് എക്സ്ട്രീമാണ്. ചെങ്കോല് കയ്യിലെടുത്ത എന്തൊരു ഗാംഭീര്യമായ രാജാവ്. എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ഒരാള് എത്ര ചെറിയ റോളാണെങ്കിലും ത്രൂ ഔട്ട് നിൽക്കുകയാണെങ്കിലും എല്ലാവർക്കും അവനവൻ്റെ ഇമ്പോർട്ടൻസ് കിട്ടി അതിമനോഹരമായിട്ട്. ഇപ്പോൾ വെറും ഒരു 20 സെക്കൻഡ് അങ്ങാണ്ട് മോൾ ഉണ്ടായിരുന്നുള്ളൂ. ആ വന്ന് 20 സെക്കൻഡിൽ കംപ്ലീറ്റ് വിറപ്പിച്ച് ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്ത് മോള് പോയി. ഇതുപോലെ തന്നെ ഇതിലെ എല്ലാ കുഞ്ഞുങ്ങളും ത്രൂ ഔട്ട് നിൽക്കുന്നതാണെങ്കിൽ എല്ലാവർക്കും വളരെ വളരെ പ്രൊഡക്ഷൻ കൺട്രോളർ ആണെങ്കിൽ ശരി, മന്ത്രി ആണെങ്കിൽ ശരി, എല്ലാം പൊളിച്ചടക്കി. അപ്പം നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറയാണ്, നിങ്ങളെല്ലാവരുമാണ് ഇത്രയും നല്ലൊരു പെർഫോമൻസിനുള്ള കാരണം. താങ്ക് യു സോ മച്ച്. ഒന്നുമില്ല പറയാൻ. ഇറ്റ് വാസ് എൻ അമേസിങ് ഓഡിയോ വിഷ്വൽ ട്രീറ്റ് ആണ്. പക്ഷെ പ്രത്യേകിച്ച് ഈ പ്രാവശ്യമാണ് നമ്മൾ ദേവാംഗനെ ഡാൻസും ഡയലോഗുമായിട്ട് ഒരുപാട് ഡയമെൻഷൻസിൽ കണ്ടു. അത് വളരെ അസാധ്യമായിരുന്നു കേട്ടോ മോളെ. താങ്ക് യു മാം. ബാക്കി എല്ലാവരുടെ കാര്യം എല്ലാവരും പറഞ്ഞു. ശ്രീനന്ദ്, പക്ഷെ യു ആർ
impossible, incredible, amazing. താങ്ക് യു മാം. I love you so much. താങ്ക് യു മാം. ഹായ് എല്ലാവർക്കും. കലയ്ക്ക് നിങ്ങളെല്ലാവരും സൂപ്പറായിട്ട് ചെയ്തു. അതായത് നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന വേഷമെല്ലാം ആപ്റ്റാണ്. നിങ്ങളുടെ രൂപം ആ ഭാവം അനുസരിച്ച് കറക്റ്റ്, എനിക്ക് അങ്ങനെ തോന്നുന്നു, കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്നു ഓരോരുത്തർക്ക്. ഈവൻ ശ്രീനന്ദന് പോലും ആ വേഷം കറക്റ്റായിട്ട്. പക്ഷെ ഒരു ചാക്യാരുടെ ഛായ കൂടി വരുന്നുണ്ട് ഇപ്പോൾ. പറയാൻ വാക്കുകളില്ല. അത്രയ്ക്കും മനോഹരമായിട്ട് മോൻ പാടി. താങ്ക് യു സർ. ഈ സംഗതികളും ഹമ്മിങ് ഒക്കെ പാടിയത് ഒയ്യോ ഒന്നും പറയാനില്ല. പിന്നെ ഡാൻസോ, അതെ, അതിന്റെ ഒരു സ്റ്റെപ്പ് എന്തോ സ്റ്റെപ്പും അത് ഡാൻസ്, അതെ, മുഖത്ത് അല്ല അഭിനയിക്കുമ്പോ മുഖത്തുള്ള കറക്റ്റ് എക്സ്പ്രഷൻസ് അതും കറക്റ്റ് ആണ്. അതും അത് നല്ലൊരു അഭിനേതാവും കൂടിയാണ് ശ്രീനന്ദ് കേട്ടാ. കടുക് പൊട്ടണ പോലത്തെ ഉള്ള വാക്കുകള് അത് ശ്രീകുട്ടൻ ചേട്ടൻ ഇങ്ങനെ പാടി വെച്ചു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാനും ആലോചിക്കാം ഒരു കാലം ഇതുപോലെ തന്നെയാണല്ലോ പടകാളി ചണ്ടി ചങ്കരി ആ പാട്ട്. പടകാളിയെക്കാട്ടി ഫാസ്റ്റ് ആണ്, അതിനേക്കാളും ഫാസ്റ്റ് ആണ് ഇത്. എന്തായാലും കലക്കി മോനെ സൂപ്പർ ആയിട്ടുണ്ട്. നല്ല ഉഗ്രൻ ഫ്യൂച്ചറാണ് മോനുള്ളത്. ഓക്കെ, സംശയമില്ല കാര്യത്തിൽ. ഓൾ ദി ബെസ്റ്റ്. ഇത് കേട്ടപ്പോ പെട്ടെന്ന് എസ് പി വെങ്കടേഷ് സാർ തന്നെ ചെയ്തിട്ടുള്ള വേറൊരു പാട്ടാണ് എനിക്ക് ഓർമ്മ വന്നത്. മണി ചിത്തിരമുത്തേ സ്വത്തേ പൊന്മണി ചക്കരമുത്തം താനീ കൺമണി കണ്ണരമ്പത്താൻ വാ നീ മണി മാളിക വീട്ടിലെ മേടാത്തിയമ്മയുടെ മഞ്ചത്തിൽ തഞ്ചത്തിലെ കിളി ചെല്ലമേ വാ കുക്കുവാ കിലുക്കിലുക്കാൻ ചെപ്പേ കിങ്ങിണി ചിരിക്കുടുക്കേ അല്ലി തേൻമണി ചിത്തിരമുത്തേ സ്വത്തേ പൊന്മണി ചക്കരമുത്തം താനീ കൺമണി. അപ്പോൾ ശരി, ഓൾ ദി ബെസ്റ്റ് മോനെ. താങ്ക് യു സർ. പാട്ട് മാത്രമല്ല, ഫുൾ ഈ ഡാൻസിങ്ങും ഈ പിന്നെ ഡയലോഗും, പിന്നെ എന്ത് പറയാനാ, ഞാൻ നന്ദി പറയുന്നു എല്ലാവർക്കും. ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നതല്ലേ നിങ്ങൾ എല്ലാവരും. ആൻഡ് യു മേക്കിംഗ് ഇറ്റ് സോ ബ്യൂട്ടിഫുൾ. വേറൊരു ലെവലിൽ എത്തിക്കുന്നുണ്ട് ഓരോ റൗണ്ടും. അപ്പോൾ ഈ ദി എൻറ്റയർ മാനേജ്മെന്റ് ആൻഡ് നമ്മുടെ കുട്ടികൾക്ക് ഒരു വലിയ താങ്ക്സ്. ഞാനിപ്പോൾ മൊത്തം ഒരു കൺഫ്യൂഷനിലാണ്. കാരണം സാധാരണ പെർഫോം ചെയ്യുമ്പം പാട്ടിനെ ബാധിക്കും എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട് പല ഷോസിനും. ഇതിപ്പോ പെർഫോം ചെയ്താലേ പാട്ട് വരൂ എന്നുള്ളൊരു അവസ്ഥയാണ് അല്ലേ? നിങ്ങളെല്ലാവരും ഈ പാട്ടിൻ്റെ ഒപ്പം തന്നെ ഇതിനെ ഇത്രയും ഡ്രമാറ്റിക്കായി ഒരു സ്കിറ്റിന്റെ രൂപത്തിൽ വന്ന് ഇത് പാട്ടിലേക്ക് മാറി. പാട്ട് കഴിഞ്ഞോടെ ആ വന്ന ഡ്രാമ കഴിയുന്നില്ല, അതും കഴിഞ്ഞ് ഒരു ചെറിയൊരു സിഗ്നേച്ചർ എൻഡിങ് എല്ലാവരും ഇട്ട് അതിനൊരു കംപ്ലീഷൻ വരുത്തി. അപ്പൊ ഈ സിഗ്നേച്ചർ എൻഡിങ് വരുന്നതിന്റെ ഇടയിൽ കൂടി ശ്രീകുട്ടൻ ചേട്ടൻ കയറി ഒരു റൗണ്ട് അടിച്ച് തിരിച്ചിവിടെ വന്നിരുന്നു. അതിന്റെ ടൈമിംഗ് ആയിരുന്നു, വളരെ പെട്ടെന്നായിരുന്നു. അപ്പൊ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ശ്രീനന്ദ്. നമുക്കുള്ള എക്സ്പെക്ടേഷൻ മോനെ കുറിച്ച് ഓരോ റൗണ്ടിൽ ഇത്രയേ ഉള്ളൂ ശ്രീനന്ദ് എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഇത്രയല്ല ചേട്ടാ ഇനിയും കിടപ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചുമായിട്ട് വരുമ്പം ആകെയുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഒരു 2 മാസം മുമ്പേ ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ക്രൗൺ അങ്ങ് തന്ന് ഏൽപ്പിച്ച കുട്ടികൾ ഇനി അതിന്റെ അപ്പുറത്ത് എന്ത് കൊടുക്കാനാണ്? ക്രൗണ്ട് മാക്സിമം എല്ലാവരും വാങ്ങിച്ചു കഴിഞ്ഞു, എന്നിട്ട് വീണ്ടും കുറെ സംഭവങ്ങൾ തന്നുകൊണ്ടിരിക്കുക. അപ്പം ശ്രീനന്ദ് എന്തായാലും ആസ് ഓൾവേസ് ഓസം ആൻഡ് അമേസിംഗ്, സൂപ്പർ. താങ്ക് യു സർ. താങ്ക് യു സർ. മോനെ ഇന്ന് അങ്കിൾ തരുന്ന മാർക്ക് 10 out of 10. താങ്ക് യു സർ. താങ്ക് യു സർ. മോൻ അങ്കിൾ തരുന്നു 9.5 out of 10. താങ്ക് യു സർ. ഇതില് ഇഫ് പോസിബിൾ ഐ ഷുഡ് ബി ഏബിൾ ടു ഗിവ് 100 on 10. അത്രത്തോളം ഭംഗിയായിട്ട് ചെയ്തു. ഒരു രക്ഷയില്ലാതെ പെർഫോമൻസ് ആയിരുന്നു. 1000 watts പെർഫോമൻസ് 1000 watts പെർഫോമൻസ് ആയിരുന്നു. എന്നാലും എൻ്റെ കയ്യിലുള്ളത്, എന്റെയും മധു ചേട്ടന്റെ കയ്യിലുള്ളത് ജസ്റ്റ് 10 മാർക്കാണ്. അപ്പോൾ ഞങ്ങൾ 10 കൊടുക്കണം. താങ്ക് യു താങ്ക് യു മാം. താങ്ക് യു സർ. അപ്പോൾ ടോട്ടൽ 29.5 out of 30. താങ്ക് യു സർ. ആൻഡ് ആസ് എക്സ്പെക്ടഡ് എന്താണ് മോൻ ഇതിനെ കിട്ടുക? വേറെ ഒരു സംശയവുമില്ല, A golden round. രാജാവേഷം ഇട്ടിട്ട് എന്നാലും ക്രൗന് മേടിച്ചു അല്ലേ? അതെ. ആദ്യൊരു റാസാപ്പൂക്കുട്ടി. താങ്ക് യു സർ. Congratulations, you are awarded a golden round. താങ്ക് യു സർ. അപ്പോൾ ഇനി പ്രേക്ഷകർ ചെയ്യേണ്ടത് ഇത്ര മാത്രം. എല്ലാവരും വേഗം തന്നെ ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇവിടെ ഇപ്പോൾ QR കോഡ് കാണാൻ പറ്റും, അത് സ്കാൻ ചെയ്ത് പാട്ട് ഇഷ്ടമായിട്ടുള്ള എല്ലാവരും തന്നെ വോട്ട് ചെയ്യണം. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. ശരി രാജാവേ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
ലാപ്ടോപ്പോ കയ്യിലുണ്ടോ? എങ്കിൽ മൈജി ഷോറൂം നിങ്ങളുടെ വീട്ടിലെത്തും. www.myg.in എന്ന വെബ്സൈറ്റിൽ വെർച്വൽ ഷോപ്പിംഗ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് മുൻകൂട്ടി ഷോപ്പിംഗ് സ്ലോട്ട് ബുക്ക് ചെയ്താൽ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ മൈജി ഷോറൂമിൽ നേരിട്ടെന്ന പോലെ പർച്ചേസ് ചെയ്യാം. കൂടാതെ നാട്ടിലോ വിദേശത്തോ ഉള്ള വേണ്ടപ്പെട്ടവരെ കൂടെ ഉൾപ്പെടുത്തി ഷോപ്പ് ചെയ്യുന്നതിനുള്ള സൗകര്യവും ഉണ്ട്. പുതിയ മോഡലുകളുടെ അപ്ഡേറ്റ് പ്രൈസ്, ഓഫറുകൾ എന്നിവയെല്ലാം വിവരിച്ചുകൊണ്ട് പേഴ്സണൽ അസിസ്റ്റന്റ് സൗകര്യവും ഏറ്റവും ബെസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ചുള്ള മൈജിയുടെ വെർച്വൽ ഷോപ്പിംഗിൽ ഒരുക്കിയിട്ടുണ്ട്. ഗാഡ്ജറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ തന്നെ ബുക്ക് ചെയ്യാം. മൈജിയുടെ എക്സ്പ്രസ് ഹോം ഡെലിവറി അതിവേഗം നമ്മളുടെ വീട്ടിലെത്തിക്കും. അപ്പോൾ ഉടൻ തന്നെ വെർച്വൽ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ചെയ്യൂ മൈജി.in നിന്നും. വേറൊരു റേഞ്ചാണ് മൈജി. സംഗീത മാമാങ്കത്തിലേക്ക് ചിരിച്ചന്തം വിരിയിക്കാൻ കോഴിക്കോട്ട് നിന്നും ദേവനക്കുട്ടി. വെൽക്കം ദേവനശ്രീയ ഓൺ സ്റ്റേജ്. Ding a dong a ding, ding a dong a ding. Hey, hey, എടി വൈറ്റ് മാലാഖ, ഓ അത് വേറെ വേറെ കളറിൽ ഇങ്ങനെ ഒരു മാലകളെ പോലെ അല്ലേ? കൊള്ളാലോ, താങ്ക് യു. വെരി ബ്യൂട്ടിഫുൾ ആണ്. പാട്ടും അത്ര ബ്യൂട്ടിഫുൾ ആണോ? ഏത് പാട്ടാ? ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം. സൂപ്പർ സോങ്, സൂപ്പർ സൂപ്പർ സൂപ്പർ. നല്ലോണം പഠിച്ചിട്ടുണ്ടോ? ഒരുപാട് സംഗതികളുണ്ടല്ലേ? ഉണ്ട്. എന്നാലും നമുക്ക് കേൾക്കാം. ഓക്കേ, പെട്ടെന്ന് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം. നെഞ്ചിരിയിലലിയുന്ന ജീവരാഗം. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം. നെഞ്ചിരിയിലലിയുന്ന ജീവരാഗം. നീലവാനിലലിയുന്നു ദാഹമേഘം. നിൻമിഴിയിലലിയുന്ന ജീവമേഘം. താരകയോ നീലത്താമരയോ നിൻ താരണിക്കണ്ണിൽ കതിർ ചൊരിഞ്ഞോ. വർണ്ണമോഹമോ പോയ ജന്മപുണ്യമോ നിൻ മാനസത്തിൽ പ്രേമമധു പകർന്നോ. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം. നെഞ്ചിരിയിലലിയുന്ന ജീവരാഗം.
ഭയങ്കര സന്തോഷമായി. അവള് നന്നായിട്ട് പാടി കേട്ടോ. പ്രത്യേകിച്ച് ഈ പാട്ട് എന്ന് പറയുന്നത് വേൾഡ് ഫേമസ് എന്നല്ല, പ്രപഞ്ചത്തിനെ പൊതിഞ്ഞിരിക്കുകയാണ് ഈ പാട്ട്. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ഒരു ഗാനമാണ്. ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കിയത് ഇത് ദാസേട്ടനും പി ലീലാമ്മയാണ് അല്ലേ? മോള് ദാസേട്ടൻ പാടിയതുപോലെ പി ലീലാമ്മ പാടിയത് ലീലാമ്മ പാടിയതുപോലെയും പാടി. ലീലാമ്മ പാടിയത് മാധവമോ അല്ലേ, ആ പോർഷൻ അല്ലേ, അത് കുറെ സംഗതികളുണ്ട്. ദാസേട്ടൻ അത്രയും സംഗതി ഇട്ടിട്ടില്ല. ആ പ്രേമ മധു പകർന്നു അല്ലേ, അവിടെ നിന്ന് പഠിക്കാമെന്ന്. പോയ ജന്മ പുണ്യമോ നിൻ മാനസത്തിൽ പ്രേമ മധു പകർന്നു. അത് പ്രേമ വളരെ സോഫ്റ്റ് ആയിട്ടാണ് പോയിരിക്കുന്നത്. ഇനി മാധവമോ അവിടെ നിന്നൊന്ന് പാടിക്കും. ഡിഫറൻസ് നോക്കിയാണ്, കുറെ സംഗതികൾ. മാധവമോ നവഹേമന്തമോ നിൻ മണിക്കവിൽ മലരായി വിടർത്തിയെങ്കിൽ തങ്കച്ചിപ്പിൽ നിന്റെ തേനലർച്ചുണ്ടിൽ ഒരു സംഗീത ബിന്ദുവായി ഞാൻ ഉണർന്നുവെങ്കിൽ. അത് ലീലാമ്മയുടെ ഒരു സാധനമാണത്. അപ്പോൾ അത് മോള് കംപ്ലീറ്റ് ഗ്രാസ്പ് ചെയ്തെടുത്ത് നന്നായിട്ട് പാടിമ്പോളെ. പിന്നെ ഈ പ്രേമ മധു പകർന്ന് കുറച്ചൊന്ന് ആദ്യം പാടിയപ്പോഴത്തേക്ക് ശകലം സ്ലിപ്പ് വന്നു. പല സ്ഥലങ്ങളിലും മേഘം എന്ന് പറയുന്നുണ്ടെങ്കിലും മേഘം എന്നും പറയുന്നുണ്ട്. 2-3 മേഘം ഉണ്ടല്ലോ ഇവിടെ ഇല്ലേ? 2 മേഘമുണ്ട്. നീലവാനിൽ അലിയുന്നു ദാഹമേഘം, നിൻമിഴിയിൽ അലിയുന്നൻ ജീവമേഘം. അപ്പൊ 2 ഒരു ഖം വെച്ചൊന്ന് പാടി. നീലവാനിലലിയുന്നു ദാഹമേഘം, ഖം ദാഹമേഘം. അടുത്ത നിൻമിഴിയിലലിയുന്നൻ ജീവമേഘം. പിന്നെ വേറൊരു കാര്യം, മോൾ ഇന്നൊരു സ്പെഷ്യൽ സംഗതിയല്ല ഒരു സംഭവം ഇടുന്നുണ്ട്. ഒരു സസ്റ്റെയിൻ ചെയ്യുന്നിടത്ത് താഴോട്ടങ്ങ് പോകും. ജീവമേഘം നേരെ സസ്റ്റെയിൻ ചെയ്ത് പിടിച്ചേ. നിൻമിഴിയിലലിയുന്നൻ ജീവമേഘം. കറക്റ്റ്. നേരത്തെ തുണ്ടുവലയില് വല്ലാണ്ടങ്ങ് ഷാറ്ററായിപ്പോയി. പക്ഷേ ടോട്ടലായിട്ട് നോക്കുമ്പോൾ നമ്മുടെ ചുന്ദരിക്കുട്ടിയല്ലേ, ഇഞ്ചികുഞ്ചി എന്താ പാടിയിരിക്കുന്നു, വളരെ മനോഹരമായിട്ട്. അനുമാമനെ എണ്ണിപ്പിച്ചില്ലേ? ഓക്കെ മോളെ, മിടുക്കി. താങ്ക് യു സർ. ഇന്ന് വാവ പാടിയ പാട്ടിൻ്റെ സെലക്ഷനാണ് ഞങ്ങളെല്ലാം ഇങ്ങനെ ഒരു നൊസ്റ്റാൾജിയ എന്ന് പറയും, അതായത് ഓർമ്മകളിലേക്ക് കൊണ്ടുപോകും. പഴയ കാലത്ത് ഈ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടായ ഒരു സുഖം. ഇപ്പം മോളത് തിരിച്ച് പാടുമ്പോൾ നമുക്ക് കുഞ്ഞു ശബ്ദത്തിലൂടെ ആ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വേറൊരു സുഖം. മോള് ഒരു ഡുവറ്റ് സോങ് മോള് 2 പേരുടെയും സ്റ്റൈലിൽ അത് പാടി. അത് വളരെ നന്നായിട്ടുണ്ട്. പക്ഷെ ഈ 2 പേര് പാടുന്നതും ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ ആരാണെന്ന് അറിയോ? ദക്ഷിണമൂർത്തി സർ. അതെ, സ്വാമിയുടെ പാട്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു രീതിയുണ്ട്. ആ രീതിയിലാണ് ഈ 2 പാട്ടുകാരും പാടിക്കൊണ്ടുവരുന്നത്. അപ്പോൾ സ്വാമിയുടെ പാട്ടിൽ എപ്പോഴും ഈ ക്ലാസിക്കൽ ടച്ചസ് വളരെ ക്ലിയർ ആയിട്ട് തന്നെ അദ്ദേഹം കൊണ്ടുവരും. ലൈറ്റായിട്ട് വിടുന്നതിനേക്കാളും കൂടുതൽ അദ്ദേഹം ശരിക്കും അത് നല്ല ഉരുട്ടി പറഞ്ഞു കൊടുക്കും. അപ്പം മോള് അത് പാടിയപ്പം മിക്ക സ്ഥലത്തും മോൾ അത് കറക്റ്റായിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. സ്വാമി പാടിയിരിക്കുന്ന രീതി എന്താണ് പാട്ടുകാരെ കൊണ്ട് ഉദ്ദേശിച്ചത് അത് മോൾക്ക് മനസ്സിലായി. പക്ഷേ സാധാരണ മോള് പാടുമ്പം കിട്ടുന്ന ഒരു ലെവൽ ഓഫ് പെർഫെക്ഷൻ ശ്രുതിയുടെ കാര്യത്തിൽ ഇന്ന് കുറവായിട്ട് തോന്നി. മോള് പാടുന്ന സമയത്ത് ശ്രുതി ഇടയ്ക്കിടയ്ക്ക് പതിവിൽ കൂടുതൽ ഒന്ന് മാറിപ്പോകുന്നുണ്ടായിരുന്നു. അത് മോളൊന്ന് എക്സ്ട്രാ കെയർ എടുക്കണം. ഇങ്ങനത്തെ പാട്ടല്ല ഏത് പാട്ട് പാടുമ്പോഴും. അതാണ് MG അങ്കിൾ പറഞ്ഞത്, ഏതൊരു നോട്ട് പാടിയപ്പം തൊണ്ട് പല്ലവിയിൽ വല്ലാതെ അങ്ങ് വീണുപോയി. അതായത് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ സിയും ഡിയുടെയും ഇടയിൽ ഇപ്പം ഡിയിലാണ് വന്ന് നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെയുള്ള നോട്ട് C ഷാർപ്പാണ്. ശരിക്കും അവിടം വരെയൊക്കെ വീണ മാതിരി തോന്നി. ഡിയിൽ നിന്നും കുറച്ചിറങ്ങുന്നതും അടുത്ത നോട്ടിലേക്ക് പോകുന്നതും തമ്മിലുള്ള വ്യത്യാസമല്ലേ. അടുത്ത നോട്ടിലേക്ക് തന്നെ വീണു പോകാന്ന് പറഞ്ഞാൽ അതൊരു കെയർലെസ്നെസ്സാണ്. അത് മോൾ ഇനി ശ്രദ്ധിക്കണം, അത്രയും വലിയ ഡ്രോപ്പ് വരാതെ കേട്ടോ. പക്ഷെ മോൾക്ക് അറിയാം, കാരണം 2ാമത് പാടിപ്പിച്ചപ്പോൾ മോളത് കറക്റ്റായിട്ട് പാടി. അതുകൊണ്ട് ആ 2ാമത് പാടുമ്പം ഉണ്ടാവുന്ന കെയർ ടേക്കിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. അല്ലാതെ എനിക്ക് വേറെ കാര്യമായിട്ട് മോളുടെ പാട്ടിൽ പ്രശ്നമൊന്നും തോന്നില്ല. വളരെ സ്വീറ്റ് ആയിരുന്നു, എപ്പോഴത്തെയും പോലെ തന്നെ. ഓൾ ദി ബെസ്റ്റ്.
കഴിഞ്ഞ പ്രാവശ്യം ഒരു ബ്ലൂ മാലാഖേനെ പോലെ ഇങ്ങനെ തന്നെ ഒരു ബ്ലൂ ഡ്രസ്സിൽ വന്നുല്ലേ, പക്ഷെ ഇന്ന് മാലാഖയായി. ഒരു രസഗുല്ല പോലെ എനിക്ക് തോന്നുന്നു, അങ്ങനെ എനിക്ക് കഴിക്കാൻ തോന്നുന്നു. അത്ര സ്വീറ്റ് ആയിരുന്നു. പാട്ട് എപ്പോഴും അങ്ങനെയാ. ദേവനശ്രീന്റെ പാട്ടിൽ ഒരു അതിമാധുര്യമാണ്. അതെന്താണെന്ന് എനിക്ക് അറിയുന്നില്ല. പക്ഷെ എനിക്ക് അനുപല്ലവി ചരണം കൂടുതൽ ഇഷ്ടപ്പെട്ടു കേട്ടോ. തുടക്കം പല്ലവിയിൽ എനിക്ക് തോന്നി കുറച്ചുകൂടി ഒന്ന് ശ്രുതി അങ്ങനെ കയറി വരാമല്ലോ എന്ന്. പക്ഷെ ഞാൻ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, എല്ലാം പെട്ടെന്ന് കറക്റ്റായി. ആ സംഗതിയല്ല, ഈ ചെറിയ കുട്ടി വിരൽ കൊണ്ട് ഇങ്ങനെ വരച്ചെടുക്കുന്നതല്ലേ, അത് വളരെ ക്യൂട്ടായി. എനിക്ക് ഒരു പ്രാവശ്യം ആ സംഗതി ഒന്ന് പാടി കേൾപ്പിക്കാണ്. നിന്റെ തേനലർച്ചുണ്ടിൽ ഒരു സംഗീത ബിന്ദുവായി ഞാൻ ഉണർന്നുവെങ്കിൽ. അതെങ്കിൽ എല്ലാ സംഗതി ഇങ്ങനെ ലെഫ്റ്റിൽ ഇങ്ങനെ വരച്ച് റൈറ്റില് വരച്ച് പക്ഷെ വരയ്ക്കാം, എല്ലാവരും വരയ്ക്കാം. പക്ഷെ ഇവിടെ വരണല്ലേ, പക്ഷെ അവിടെയും വരുന്നുണ്ട് എല്ലാ സംഗതിയും. സോ ബ്യൂട്ടിഫുൾ. ഒരുപാട് അനുഗ്രഹമുണ്ട് മോൾക്ക്. അപ്പോൾ ഇനിയും കുറച്ചുകൂടി നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കാം. रात्रीचा समय सरुने येत उषत्कालः അത് മോൾക്ക് വേണ്ടി. ദേവനക്കുട്ടി സൂപ്പറായിട്ട് പാടി മോളെ, വളരെ നന്നായിട്ടുണ്ട്. എല്ലാത്തിനും ലാൻഡിങ് നോട്ട്സ് ആണ് മോൾക്ക് ശ്രുതിയുടെ പ്രശ്നം തോന്നിയത്. പല സ്ഥലങ്ങളിലും ഇപ്പോൾ ജീവരാഗം, ജീവമേഘം കേട്ടോ, അവിടെയൊക്കെയാണ് ശ്രുതി പ്രശ്നം തോന്നിയത്. ഇത്രയും കുഞ്ഞു പ്രായത്തിൽ തന്നെ വളരെ നല്ല എക്സ്പ്രഷൻസ് ആണ് മോള് കൊടുക്കുന്നത്. നല്ല വോയിസ് ആണ് മോളുടെ. ഇത് കേട്ടപ്പോ എനിക്ക് ദേവരാജ മാഷിന്റെ ഒരു പാട്ടാണ് ഓർമ്മ വരുന്നത്. ഓക്കെ. കായാമ്പൂ കണ്ണിൽ വിടരും കമലദളം കവിളിൽ വിടരും അനുരാഗവതി നിൻ ചൊടികളിൽ നിന്നാലിപ്പഴം പൊഴിയും. കായാമ്പൂ കണ്ണിൽ വിടരും കമലദളം കവിളിൽ വിടരും അനുരാഗവതി നിൻ ചൊടികളിൽ നിന്നാലിപ്പഴം പൊഴിയും. മോളെ കലക്കി, സൂപ്പർ ആയിട്ടുണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. അനുജി, ഇങ്ങനെ നമ്മളെ വിട്ടുകൊടുക്കുന്നത് ശരിയാണോ? ഒരെണ്ണം കൂടി പഠിപ്പിച്ചാലോ? നമ്മൾ ഒരെണ്ണം കൂടി പാടണം അനുജി, അത് ശരിയല്ലല്ലോ. വളരെ സിമ്പിൾ ആയിട്ട് ഉള്ളി സ്കോർ ചെയ്യാൻ സമ്മതിക്കുന്നത് അങ്ങനെ, അത് ശരിയല്ല. ഞാൻ പാടണോ? അപ്പൊ ഞാനൊരു ജസ്റ്റ് ഒരു ശോകപ്പാട്ട്. ഒരു കണമൊരു യുഗമാക ഏൻ തോன்ற വേണ്ടുമോ ദിനം ദിനം ഉന്നെ എതിർപാർത്ത് മനമേങ്ക വേണ്ടുമോ தென்றலும் உனை பாடுதே வெண்மதி உனை தேடுதே இது காதல் ராகமே புரியாத மோகமே. വെരി നൈസ്. രാജാ സാറിന്റെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കോമ്പോസിഷൻ ആണ്. അപ്പോ ഇന്നത്തെ ഗുസ്തി ജയിച്ചിരിക്കുന്നത് ഇനി ഇവര് തമ്മിലൊരു പിടിമലിയൊന്നുമില്ല, രണ്ടുപേരും ഒരുമിച്ച് പാടി അങ്ങ് തീർക്കുക. അതെ. അതെ. 3, 4 നിന്നക്കാരി വർണ്ണം വർണ്ണം ഇസതിര എന്നെ തേടി വരണം വരണം ஒரு கிளி தனித்திருக்க உனக்கென தவம் இருக்க இருவிழி சிவந்திருக்க இதை மட்டும் வெளுத்திருக்க அழகிய ரகுவரனே
അനുദിനവും നിന്നെ കോരി വരണം വരണം ഇതിടെ എന്നെ തേടി വരണം വരണം. രണ്ടുപേരും പാർട്ടി പാടി അവിടെ. അപ്പൊ ദേവനയുടെ മാർക്ക് കേൾക്കാം അല്ലേ ഇനി? ദേവനശ്രയ ഇഞ്ചി കുഞ്ചി, യു ആർ ഗെറ്റിംഗ് 8.75 ഔട്ട് ഓഫ് 30. താങ്ക് യു. എന്റെ മാർക്ക് എത്രയായിരിക്കും? 8.5 ആണോ? അല്ല. 8.25? നോ. 8.75? റൈറ്റ്. താങ്ക് യു. 8.75. താങ്ക് യു സർ. അപ്പൊ ഞങ്ങളുടെ പറയൂ. അയ്യ, ഞാനും അനുമാമും ചേർന്ന് തരുന്നത് എത്രയാ? 8.75. കറക്റ്റ് ആണല്ലോ. ആണ്. ഇതെങ്ങനെ ഇങ്ങനെ സംഭവിക്കുന്നു? ഇങ്ങനെയൊക്കെ കണ്ടുപിടിക്കണേ? ബ്രെയിൻ ബുദ്ധി. ബ്രെയിൻ ബുദ്ധിയാ. ഓക്കെ, യു ആർ കറക്റ്റ്. 8.75. താങ്ക് യു. So you got 26.25 out of 30. താങ്ക് യു. That means മോൾക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് A extreme. താങ്ക് യു. നമുക്ക് ഇഷ്ടമുള്ള ഒരു പൂക്കുറ്റി പറയും. അച്ഛനും അമ്മയ്ക്കും പിന്നെ എല്ലാവർക്കും വേണ്ടിട്ട്. അത്രയും വലിയ പൂക്കുറ്റി എന്റെ ഇല്ല. ഒരു ഫാമിലി കുട്ടി അടിക്കും. അല്ല, ഒരു ഫാമിലി ബുദ്ധി. ഇഞ്ചി കുഞ്ചി ഫാമിലി പൂക്കുറ്റി. അടി ഒരു ഇഞ്ചി കുഞ്ചി ഫാമിലി പൂക്കുറ്റി. താങ്ക് യു. Congratulations, you are awarded A extreme. താങ്ക് യു. പാട്ടിന്റെ പൂരത്തിലേക്ക് എത്തിയാണ് നമ്മുടെ കുട്ടിക്കൊമ്പൻ മഞ്ചേരിയിൽ നിന്നും ശ്രീദേവ്. വെൽക്കം ശ്രീദേവ് ഓൺ സ്റ്റേജ്. വലിയ ചെക്കനായി പോയി, ഷർട്ടും മുണ്ടും ഒക്കെ. ഏത് കോളേജ് കുമാരനാ അത്? ഇത് കോളേജ് അല്ല, തേച്ചിട്ട് പോയിട്ട് പാടുന്ന പാട്ട്. അയ്യോടാ, ആരെ തേച്ചു? ആ പാട്ടിനകത്ത് ആരെയോ ഇത് തേച്ചു. കോളേജിൽ ആണോ? തേച്ചിട്ട് പോയി. തേക്കാന്ന് വെച്ചാ എന്താ അർത്ഥം? തേക്ക് വെച്ചാ ഇട്ടേച്ചു പോവുക. ഓക്കെ ഓക്കെ. അല്ല, ഏത് പാട്ടാണ്? മംഗളം നേരുന്നു ഞാൻ. അത് ചില്ലറ പാട്ടല്ല മോനെ, അതൊരു വലിയ തേപ്പാണ്. മോൻ വന്ന് തേച്ചിട്ട് പോകുമ്പോഴുള്ള പാട്ടാന്ന് പറഞ്ഞപ്പം ഫുൾ പവറല്ലേ പുള്ളി സംസാരിച്ചത്. ഞാൻ വിചാരിച്ചു ഇതിന്റെ പിന്നാലെ വരുന്നത് തേച്ചില്ലേ പെണ്ണെ തേച്ചില്ലേ പെണ്ണെ. ഞാൻ അത് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴേ ഏതാണ് പാട്ട് അവന്റെ വായെന്നൊന്ന് കേൾക്കാൻ മംഗളം തീർന്നു. അതാണ് കാരണം, ഞാൻ എന്തോ അടിപൊളി പാട്ടായിരിക്കും വിചാരിച്ചേട്ടാ. അതെ. അപ്പൊ ആർക്കാണ് മംഗളം നേരുന്നത്? ആരും തേച്ചിട്ടൊന്നുമില്ല, എന്നാലും ഞാൻ ചേച്ചിക്കാ മംഗളം നേരുന്നത്. ചേച്ചിക്കോ? ചേച്ചിയല്ല, എന്റെ ചേച്ചി. ഓ അങ്ങനെ. ചേച്ചി ചേച്ചി തേച്ചോ? +1 ആയി. ചേച്ചി അതുകൊണ്ട് എക്സാമിന് പാസ്സാവണേന്ന് ഓൾ ദി ബെസ്റ്റ്. ഓ അതാണ്. ഓക്കെ ഓക്കെ. ചില പാട്ടുകൾ കൊണ്ടുവരുമ്പം ആ പാട്ടിന്റെ മൂഡിലേക്ക് കയറണമെങ്കിൽ ആ പാട്ടുമായിട്ട് ചേരുന്ന രീതിയിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കില്ലേ. ഇപ്പൊ തേച്ചു എന്നുള്ളൊരു പറയുന്നതിന് പകരം വഞ്ചിച്ചു പോയ ഒരു പെണ്ണ് എന്ന് പറഞ്ഞാലും മനസ്സിലാക്കാം. അതെ. നിനക്ക് വഞ്ചിച്ചു എന്ന് പറഞ്ഞാൽ അറിയാം എന്താന്ന്? ചീറ്റിംഗ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ? ഈ ഫുട്ബോളൊക്കെ കളിക്കുമ്പോ കാല് വെച്ച് വീട്ടിൽ കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാരും പറയും ചീറ്റിംഗ് ചീറ്റിംഗ്. ഫുട്ബോൾ കളിക്കുമ്പോ മാത്രമേ ഉള്ളൂ ചീറ്റിംഗ് അല്ലേ? ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇത് ആരെഴുതിയതാണ്? ഇത് എഴുതിയത് ശ്രീകുമാരൻ തമ്പി സാർ. ആണോ? അതെ. തീർച്ചയാണോ? ഉറപ്പാണോ? അതെ. അപ്പൊ പാട്ടാരാ ട്യൂൺ ചെയ്തേ? ദേവരാജൻ മാസ്റ്റർ. തീർച്ചയാണോ? അതെ. തീർച്ചയാണല്ലേ? ഏത് സിനിമയാ? മനസ്സ് ഒരു ക്ഷേത്രം. ആര് പാടിയത്? യേശുദാസ് സാർ. അയ്യോ, ഓക്കെ. എഴുതിയിരിക്കുന്നത് ശ്രീകുമാരൻ തമ്പി സാറ്. ഉറപ്പായിട്ടും തമ്പി സാർ ഈ എപ്പിസോഡ് കാണുന്നുണ്ട്. കാരണം തമ്പി സാറിന്റെ പാട്ടുകളാണല്ലോ. അപ്പൊ തമ്പി സാർ ആലോചിക്കുമ്പം ആരാ ഈ തേപ്പ് പാട്ട് എഴുതിയത്? തമ്പി സാർ. പുള്ളിയിലേക്ക് എന്റെ ഈശ്വര, ഞാൻ എഴുതിയ ഒരു കവിത ഇവര് തേപ്പ് പാട്ടാക്കി മാറ്റിയല്ലോ. ഓക്കെ മോനെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നന്നായിട്ട് പാടുന്നത് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഇത് കഴിഞ്ഞിട്ട് പറയാം ഞങ്ങള് തേക്കുമെന്ന്.
മംഗളം നേരുന്നു ഞാൻ മനസ്വിനി മംഗളം നേരുന്നു ഞാൻ അലിഞ്ഞു ചേർന്നതിൻ ശേഷമിൻ ജീവനെ പിരിഞ്ഞു പോയി നീയെങ്കിലും ഇന്നും മംഗളം നേരുന്നു ഞാൻ മനസ്വിനി മംഗളം നേരുന്നു ഞാൻ അലിഞ്ഞു ചേർന്നതിൻ ശേഷമിൻ ജീവനെ പിരിഞ്ഞു പോയി നീയെങ്കിലും ഇന്നും മംഗളം നേരുന്നു ഞാൻ. എവിടെയാണെങ്കിലും നിന്റെ സങ്കൽപ്പങ്ങൾ ഏഴു വർണ്ണങ്ങളും വിടർത്തട്ടെ. എവിടെയാണെങ്കിലും നിന്റെ സങ്കൽപ്പങ്ങൾ ഏഴു വർണ്ണങ്ങളും വിടർത്തട്ടെ. എന്നും ആ ജീവിത പൊന്മണി വീണയിൽ സുന്ദര സ്വരധാര ഉണരട്ടെ ഉണരട്ടെ. മംഗളം നേരുന്നു ഞാൻ മനസ്വിനി മംഗളം നേരുന്നു ഞാൻ അലിഞ്ഞു ചേർന്നതിൻ ശേഷമിൻ ജീവനെ പിരിഞ്ഞു പോയി നീയെങ്കിലും ഇന്നും മംഗളം നേരുന്നു ഞാൻ. നിറയുമീ ദുഃഖത്തിൻ ചുടുനെടുവീർപ്പുകൾ നിൻ മുന്നിൽ തെന്നലായി ഒഴുകട്ടെ. നിറയുമീ ദുഃഖത്തിൻ ചുടുനെടുവീർപ്പുകൾ നിൻ മുന്നിൽ തെന്നലായി ഒഴുകട്ടെ. ആ പുണ്യദാമ്പത്യ വർണ്ണവല്ലരിയിൽ ആനന്ദമുകുളങ്ങൾ ജനിക്കട്ടെ ജനിക്കട്ടെ. മംഗളം നേരുന്നു ഞാൻ മനസ്വിനി മംഗളം നേരുന്നു ഞാൻ അലിഞ്ഞു ചേർന്നതിൻ ശേഷമിൻ ജീവനെ പിരിഞ്ഞു പോയി നീയെങ്കിലും ഇന്നും മംഗളം നേരുന്നു ഞാൻ മനസ്വിനി മംഗളം നേരുന്നു ഞാൻ. തേപ്പ് പാട്ട് എന്നൊക്കെ വന്ന് തുടങ്ങിയപ്പോൾ ഞാൻ ഇത്രത്തോളം ശ്രീദേവ് പാടുന്നു പ്രതീക്ഷിച്ചില്ല. ഞാൻ ഇവിടെ വന്നത് ഒരിക്കലും ശ്രീദേവ് ഒരു എന്താ പറയട്ടെ തെറ്റില്ലാത്തൊരു പെർഫോമൻസ് പാടി എന്ന് ഉള്ളൊരു അർത്ഥത്തിലല്ല. ശ്രീദേവ് എന്താണ് എന്നുള്ളൊരു പ്രതീക്ഷ ആൾക്കാർക്കുണ്ട്. അത് എന്തായാലും ശ്രീദേവ് പൊളിച്ചടക്കിന്ന് വേറെ ലെവലിലാണ് ശ്രീദേവ് എത്തിയിരിക്കുന്നത്. അതിലാണ് പ്രതീക്ഷ. താങ്ക് യു സർ. കാരണം ഇതിന്റെ എനിക്ക് നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ചരണമാകുമ്പോൾ ഒരു പൊടിക്ക് ഡ്രോപ്പ് വന്നു. അനുപല്ലവി മോൻ പാടിയത് കണ്ടപ്പോൾ ഞാൻ മധുവിന്റെ അടുത്ത് ചോദിക്കായിരുന്നു, ഇത് എന്തായി കേൾക്കുന്നത്, ശ്രീദേവ് ആണോ ഇത്? അത്രയും വിശ്വസിക്കാത്ത രീതിയിലാണ് മോൻ ഇന്ന് പാടിയത്. അപ്പം നമുക്ക് ഏറ്റവും സന്തോഷമുള്ള വേറൊന്നുമല്ല വന്ന ശ്രീദേവ്, അത് കഴിഞ്ഞ് ഒരു 3 മാസം കഴിഞ്ഞ ശ്രീദേവ്. ഓരോ പെർഫോമൻസ് കഴിയുമ്പം ഇപ്പം പെർഫോമൻസ് വന്നപ്പം ശ്രീദേവ് പെട്ടെന്നൊരു ചേഞ്ച് വന്നു. വളരെ ഹൈപ്പർ, വളരെ എന്താ പറയുക ലൗഡ് സ്റ്റാറായി വന്നു. ഇപ്പോൾ ഒരു മുണ്ടും ഷർട്ടും എടുത്ത് വന്നപ്പം അതിൻ്റെതായ ഒരു ക്ലാസ്സിൽ മോൻ
പാടി അങ്ങ് ഇവിടെ അങ്ങ് ഇളക്കി ലോകം കാണുന്ന എല്ലാവരെയും മോൻ അങ്ങ് എന്താ പറഞ്ഞു അറിയിച്ചു. മോൻ വേറെ ലെവലിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. അതിനാണ് മോൻ ഏറ്റവും വലിയ കയ്യടി. മുന്നിൽ തെന്നലായൊഴുകട്ടെ ആ പുണ്യദാമ്പത്യ വർണ്ണവല്ലരിയിൽ ആനന്ദമുകുളങ്ങൾ ജനിക്കട്ടെ ജനിക്കട്ടെ. മോനിന്ന് നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു സർ. വളരെ വളരെ ഇഷ്ടപ്പെട്ടു. മാത്രമല്ല ഇതിന്റെ സെലക്ഷൻ, ഇതാരാ സെലക്ട് ചെയ്ത പാട്ട്? അമ്മ. അമ്മ. നമ്മൾ നേരത്തെ തേച്ചു പിന്നെ വഞ്ചിച്ചു എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇത് വളരെ ഒരു ക്ലാസി സോങ് ആണ്. കാരണം പണ്ട് ഈ അങ്കിളൊക്കെ കോളേജിലുണ്ടായിരുന്നപ്പോൾ ഇത് ഒരുപാട് പേര് ഈ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടായിട്ടുള്ള, ഇപ്പോൾ സ്നേഹിച്ചിട്ട് അവസാനം പ്രശ്നമാവുമല്ലോ, അത് വീട്ടുകാർ അന്ന് വേറെ രീതിയാണ്. വീട്ടുകാർ പറയും നീ അതിനെ കെട്ടണ്ട, നീ കല്യാണം കഴിക്കണ്ട, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതോട് ഇത്ര 2 വാക്കിൽ കല്യാണമൊക്കെ തീരും. ഇപ്പം അങ്ങനെയൊന്നുമല്ല. അപ്പം അങ്ങനെ ആ സമയത്ത് തമ്പിച്ചേട്ടൻ്റെ ഒക്കെ ആ കാലഘട്ടത്തിലുള്ള ഇതിനകത്ത് എഴുതിയ ഒരു ക്ലാസി സോങ്ങാണ്. മോൻ നല്ല രസമായിട്ട് പാടി. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്നുമാ ജീവിത പൊന്മണി വീണയിൽ സുന്ദര സ്വരധാര ഉണരട്ടെ. ആ പോയിന്റ് മോൻ എക്സ്ട്രീമായിട്ട് പാടി. പക്ഷെ അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട്. അതായത് മംഗളം നേരുന്നു ഞാൻ, ആ ഒരു പോയിന്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് പാടിക്കും. മംഗളം നേരുന്നു ഞാൻ മനസ്വിനി, മംഗളം നേരുന്നു ഞാൻ. അത് മെക്കാനിക്കൽ അല്ല, ഞാൻ അങ്ങനെ മനസ്സിന്ന് പറഞ്ഞു. അടുത്ത ലൈൻ. അലിഞ്ഞു ചേർന്നതിൻ ശേഷമെൻ ജീവനെ പിരിഞ്ഞു പോയി നീ എങ്കിലും ഇന്നും. അതും മെക്കാനിക്കലാ വരുന്നത്. ഇന്നും ഈസി ആയിട്ട് പാടും. അങ്ങനെ വളരെ ഈസി ആയിട്ട് വളരെ സുഖമായിട്ട് പാടണം. ഇപ്പൊ ഒരുപാട് ഇമ്പ്രൂവ്ഡ് ആണ്. ഈ ഇമ്പ്രൂവ്മെന്റ് എവിടാ തുടങ്ങിയത്? ആ സ്കിറ്റിലാണ് തുടങ്ങിയത്. സ്കിറ്റിൽ നീ അങ്ങ് വലിയ എന്താണ്, ഒരു ഗ്ലാമർ ബോയ് ആയിട്ട് മാറി, ഒരു രജനീകാന്ത് ആയിട്ട് മാറി, സകലകലാ വല്ലഭനായി. അപ്പൊ നമ്മൾ ഇതൊക്കെ പറഞ്ഞു തരണ്ടേ മോനെ? അപ്പൊ ഇങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഈ ഒരു സ്ഥലമുണ്ടല്ലോ, എന്നും ആ ജീവിത, അത് വെടിക്കെട്ടായിരുന്നു. അപ്പൊ ഇതൊന്നുകൂടെ ശ്രദ്ധിച്ച് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇതിന്റെ അപ്പുറത്ത് ചാടാൻ പറ്റും, തേക്കാനും പറ്റും. ഗോഡ് ബ്ലെസ് യു, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഇതിന്റെ ലിറിക്സിന്റെ അർത്ഥം മനസ്സിലാക്കിയാൽ ആക്ച്വലി നമുക്കറിയാം ഇത് ലൈഫിൽ ചീറ്റഡായി എന്നുള്ളൊരു മൊമെന്റിൽ പാടുന്ന ഒരു എക്സ്പ്രഷനാണിത്. ഇതിന്റെ അർത്ഥം മനസ്സിലാക്കി മോന് പാടാനുള്ളൊരു മെച്യൂരിറ്റി ആയിട്ടില്ല മോൻ. കുറച്ചും കൂടി വളർന്നിട്ട് മോൻ ഈ പാട്ട് തിരിച്ചു കേൾക്കുമ്പോൾ മോൻ അറിയും അന്ന് ഞാൻ പാടിയത് ഇങ്ങനെയായിരുന്നു, പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി എന്താണ് ഇതിൻ്റെ ഒറിജിനൽ സംഭവമെന്ന്. അത് ആ പ്രായത്തിലെത്തുമ്പോൾ മോൻ അത് തിരിച്ചറിയുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. പിന്നെ ശ്രീദേവ് ഇപ്പം നമ്മൾ അത് ഉദ്ദേശിച്ചത് ആരെങ്കിലും തേച്ചിട്ട് പോകുന്നതാണോ? അങ്ങനല്ല, അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാവാതിരിക്കട്ടെ. തേപ്പ് എന്നുള്ളൊരു സംഭവമേ വേണ്ട, അത് തന്നെ. പിന്നെ മോൻ്റെ പിച്ചിങ്, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ആ മംഗളം നേരുന്നു ഞാൻ എന്ന് പാടുമ്പം, മോൻ പാടുമ്പം, ഞാൻ പാടിയതിൽ പോലും ഇപ്പം ശുദ്ധമല്ല, പക്ഷെ മോൻ പാടുമ്പം അത് ക്ലീനായിട്ട്, അതിലാണ് ആ ഒരു ഈ ഫീലിംഗ് കിട്ടുന്നത്. മംഗളം നേരുന്നു ഞാൻ മനസ്വിനി, മംഗളം നേരുന്നു ഞാൻ അലിഞ്ഞു ചേർന്നതിൻ ശേഷമെൻ ജീവനെ പിരിഞ്ഞു പോയി നീ എങ്കിലും ഇന്നും മംഗളം നേരുന്നു ഞാൻ. മോൻ്റെ പ്രായത്തിനനുസരിച്ച് മോൻ ഇന്ന് ചെയ്തത് മോനെ കൊണ്ട് പറ്റാവുന്നതിൻ്റെ മാക്സിമം ആണെന്ന് മനസ്സിലായി. ഇനിയും പുഷ് ചെയ്യും, കുറച്ചും കൂടി പുഷ് ചെയ്ത് നോക്കൂ. ഓക്കെ, നമ്മൾ അത് ഡിമാൻഡ് ചെയ്യില്ല, മോൻ അത് ട്രൈ ചെയ്യും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. അവനത് പറ്റും ഇല്ലടാ, നിസ്സാരം. ഇനി അടുത്ത തവണ വരുമ്പോ അവൻ പറ്റിക്കും, തേക്കും. വളരെ വലിയൊരു ചേഞ്ച് ആണല്ലോ ഒന്ന് കണ്ടത് ഇവിടെ. അത് ഞാൻ കുറെ വട്ടം പാട്ടൊക്കെ കേട്ടപ്പോ അങ്ങനെ വന്നതാ. ഇത് പ്രത്യേകം അഭിനന്ദിക്കുന്നു ഇങ്ങനെ ഈ ഒരു പുരോഗതിക്ക്. ഇത് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ നീ വരുമ്പോൾ
കൺമണിയെ കണ്ടുവോ നീ, കവിളിന തഴുകിയോ നീ, വെള്ളിമണി കിലുങ്ങുന്നല്ലോ തുള്ളി തുള്ളി നീ വരുമ്പോൾ, കള്ളിയവൾ കളി പറഞ്ഞോ, കാമുകന്റെ കഥ പറഞ്ഞോ. ഈ പാട്ടിന്റെ ബീജി വായിക്കാമോ? മംഗളം നേരുന്നുണ്ട്. നീലാഞ്ജനപ്പുഴയിൽ നീരാടി നിന്ന നേരം, നീ നൽകും കുളിരലയിൽ പൂമേനി പൂത്ത നേരം, നീലാഞ്ജനപ്പുഴയിൽ നീരാടി നിന്ന നേരം, നീ നൽകും കുളിരലയിൽ പൂമേനി പൂത്ത നേരം, എൻ നെഞ്ചിൽ ചാഞ്ഞിടുമാ തളിർലത നിന്നുലഞ്ഞു, എൻ രാഗമുദ്ര ചൂടും ചെഞ്ചുണ്ടു വിതുമ്പി നിന്നോ. മംഗളം നേരുന്നു ഞാൻ മനസ്വിനി, മംഗളം നേരുന്നു ഞാൻ, അലിഞ്ഞു ചേർന്നതിൻ ശേഷമെൻ ജീവനെ പിരിഞ്ഞു പോയി നീ, എങ്കിലും ഇന്നും മംഗളം നേരുന്നു ഞാൻ. കണ്ടോ? മോനെ, ഈ രാഗത്തിന്റെ പേരെന്താണ്? മധ്യമാവധി. മാവതി. കല്യാണി, മോഹനം, ഹംസധ്വനി, കാനഡ, രീതി ഗൗള, അങ്ങനെ കുറെ രാഗങ്ങളുണ്ട് മോനെ. അതായത് 72 മേളകർത്ത രാഗങ്ങളാണ്. അതിൽ നമ്മളൊരു 10-15 രാഗങ്ങളാണ് ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് സിനിമയിൽ എടുത്തിട്ടുള്ളത്. പിന്നെ വേറെ കുറച്ച് ഇപ്പം എന്താണ് അല്ലാതെ മിക്സ് ആയിട്ടൊക്കെ ഉള്ളത് എടുത്തിട്ടുണ്ട്. അത് വളരെ അപൂർവമാണ്. അനുജി, മലയാളത്തിൽ മധ്യമാവധി ഇങ്ങനെ കുറെ പാട്ടുകൾ വന്നിട്ടുണ്ട്, നമുക്ക് കുറെ ഹിറ്റുകളുണ്ട്. അതെ. തമിഴ്നാട്ടിന്റെ അവസ്ഥ എന്താണ്? തമിഴ്നാട്ടില് കുറെ പാട്ടുകളുണ്ട്. വളരെ എനിക്ക് തോന്നുന്നില്ല തമിഴ്നാട്ടിൽ വളരെ പോപ്പുലർ. തുള്ളി തുള്ളി നീ പാടമ്മ സീതയമ്മ, നീ കണ്ണീർ വിട്ടാ ചിന്നമനോ താങ്കാതമ്മ, തുള്ളി 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 നീ പാടമ്മ സീതയമ്മ, നീ കണ്ണീർ വിട്ടാ ചിന്നമനോ താങ്കാതമ്മ. സ്വാതി മുത്യം ആ ഒരു പാട്ട് ആ പിക്ചറില്. പിന്നെ മലസൂടി പൊന്മാൻ വിളി തേടി രാഗം തൊട്ട് മേളം തൊട്ട് പാടുമേ മംഗളം പാടുമേ സന്തനം. ഞാറ്റുവേല കിളിയേ നീ പാട്ടുപാടി വരുമോ, കൊന്ന പൂത്ത വഴിയിൽ പൂവെള്ളുമൂത്ത വയലിൽ കാത്തു നിൽപ്പു ഞാനീ പുത്തിലഞ്ഞി ചോട്ടിൽ, തരുവേ ഞാറ്റുവേല കിളിയേ നീ പാട്ടുപാടി വരുമോ. മധ്യമാവധി രാഗം വളരെ ഒരു മംഗള രാഗമാണ്. ഒരു കോൺസേർട്ടിൻ്റെ എൻഡിൽ എപ്പോഴും ഈ രാഗം പാടിയാണ് നിർത്തുന്നത്. അത് പാടിയ വളരെ ഓസ്പിഷ്യസ് എന്നാണ് പറയും. അപ്പോൾ ക്ലാസിക്കലിൽ ഒരുപാട് പാട്ടുകളുണ്ട്. ഓക്കെ,
അപ്പോൾ അതൊക്കെ ഒന്ന് കേട്ട് നോക്കിയാൽ ഇനി ക്ലാസിക്കൽ ടച്ചുള്ള പാട്ട് എന്തും പാടാം. നദുപൈ പലിക്കേരു നരുലോ ശ്രീരാമ നദുപൈ. അതിൻ്റെ ഒരു എന്താ പറയുക, അത് ലൈറ്റായിട്ടും പാടാം, പക്ഷെ വളരെ ക്ലാസിക്കലായിട്ട്, വളരെ ക്ലാസിസിസമോട് വളരെ ഗമകങ്ങൾ കൊണ്ട് പാടാം. അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ രാഗമാണ് മധ്യമാവധി. അത് മോനും ഇന്ന് പാടിയത് വളരെ സോൾഫുൾ ആയിരുന്നു. അതാണ് ഞങ്ങൾ ഇഷ്ടപ്പെട്ടത്. കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പാട്ടിൽ. അപ്പോൾ അനുപല്ലവി അസാധ്യമായിരുന്നു. ഡെഫിനറ്റ്ലി മോനത്തെ സ്റ്റാർട്ടിങ് പോയിന്റ് നമുക്ക് അറിയാമല്ലോ. ആ സ്റ്റാർട്ടിങ് പോയിന്റ് നോക്കുമ്പോൾ ഇപ്പോൾ കുറച്ച് വളരെ പെട്ടെന്ന് ഒരു നല്ല ലെവലിൽ എത്തിയിട്ടുണ്ട്. അത് കണ്ട് ഒരുപാട് അഭിമാനം തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ തന്നെ നമ്മൾ പ്രോഗ്രസ് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ് യു. താങ്ക് യു മാം. യു വെൽക്കം ഡാർലിംഗ്. എടാ കള്ള, എന്തോ ഒരു സ്കിറ്റിലെ രാജാവിന്റെ രോദനം എന്ന് പറഞ്ഞില്ലേ, ഒന്ന് കേക്കട്ടെ. രാജാവിന്റെ രോദനം. അഭിനയിക്കാനും അറിയാം. അപ്പൊ ഒരു സീൻ തന്നെ നിങ്ങൾ രണ്ടുപേരും കൂടെ അഭിനയിക്കൂ. എനിക്ക് അവന്റെ കൂടെ അഭിനയിക്കണം. ഈ പാട്ടിനെ ബന്ധപ്പെടുത്തിയുള്ളൊരു വരിയാണ്. ആ അപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് നിൽക്കുന്നു. നോക്ക് ഇവിടെ നോക്ക്. അപ്പോ അങ്ങനെ നോക്കാമോ? മീനൂട്ടി, അതായത് മംഗളം നേരുന്ന ഞാൻ മനസ്സുനി മീനൂട്ടി ഞാൻ തേച്ചു. അപ്പൊ നീ പറയണം, എടി വഞ്ചകി, അയ്യോ നിന്നെ ഞാൻ ഇഞ്ചിഞ്ചായി കൊല്ലുപടി. കേക്ക് പറ. എടി വഞ്ചകി, എടി വഞ്ചകി, നിന്നെ ഞാൻ ഇഞ്ചിഞ്ചായി കൊല്ലുപടി. കൊള്ളാലോ. വൃത്തിക്ക് പറഞ്ഞു. അല്ല, മീനു ഒന്നും തിരിച്ചിങ്ങോട്ട് പറഞ്ഞില്ല. ഒരിക്കലും ഇല്ല ചേട്ടാ, ചേട്ടനെ ഞാൻ വഞ്ചിച്ചിട്ടേ ഇല്ല. ഓ മൈ ഗോഡ് സുഷേ, എന്തൊരു മ്യൂസിക്കാ. ഞാൻ അഴിഞ്ഞു പോയി. അപ്പൊ കൊല്ലണം. എന്തിന്? വെറുതെ ഒരു മനസുഖം. കൊള്ളാട്ടാ, ആളും മിടുക്കനായി. ശ്രീദേവ് കുട്ട, എന്തോ മോന്റെ മാർക്ക് 8.5 out of 10. താങ്ക് യു സാർ. അപ്പൊ 9 വയസ്സുള്ള ശ്രീദേവിന് 9 മാർക്ക് തരുന്നു. താങ്ക് യു സാർ. ഞങ്ങൾ തരുന്നു, ഒരുമിച്ച് തരുന്നു 8.75. താങ്ക് യു സാർ. യു വെൽക്കം. So you got 26.25. താങ്ക് യു സാർ. അയ്യടാ, ഓൾമോസ്റ്റ് അങ്ങ് എത്തി. ഇനി കുറച്ചും കൂടിയേ ഉള്ളൂ. ഫോർ ദ ടൈം ബീയിങ് ശ്രീദേവിന് ഈ പാട്ടിന് കിട്ടിയിരിക്കുന്നത് A Extreme. താങ്ക് യു സാർ. അടിയൊരു വഞ്ചകിപ്പൂ കുറ്റി. അത് അവന്റെയാണ്. Congratulations, you are awarded A Extreme. താങ്ക് യു സാർ. അപ്പോൾ ഇനി പ്രേക്ഷകർ ചെയ്യേണ്ടത് ഇത്ര മാത്രം. എല്ലാവരും വേഗം തന്നെ ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇവിടെ ഇപ്പോൾ QR കോഡ് കാണാൻ പറ്റും. അത് സ്കാൻ ചെയ്ത് പാട്ട് ഇഷ്ടമായിട്ടുള്ള എല്ലാവരും തന്നെ വോട്ട് ചെയ്യണം. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. സന്തോഷായില്ലേ മോനെ നിനക്ക്? എന്നാ പോക്കോ രാജ. ബൈ ബൈ. ബൈ ബൈ. വണ്ടി വോട്ട്. ഇതാർക്കാ? ഇതാർക്കെങ്കിലും അത് കൊടുക്കാം. അമ്മയ്ക്ക്. ഇല്ല. ദീപങ്ങളെ, നമ്മുടെ ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ആരാണ്? ശ്രീനന്ദ്. വെൽക്കം ശ്രീനന്ദ് ഓൺ സ്റ്റേജ്. തലവരയ്ക്കൊരു തിളക്കം വെച്ചപ്പക്കിടച്ച സൗഭാഗ്യം, ഇത് ശനിദശയുടെ ഒടുക്കം കിട്ടിയ സാക്ഷാൽ രാജയോഗം. തലവരയ്ക്കൊരു തിളക്കം വെച്ചപ്പക്കിടച്ച. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ പെർഫോമൻസിൽ ലക്ക് ഉണ്ടായിരിക്കുന്നത് നമ്മുടെ ശ്രീനന്ദിനാണ്. ശ്രീനന്ദിന്റെ ഒരു പാട്ട് നോക്കി ഇപ്പൊ കേൾക്കാം. ഏ
बेटी जाए जिंदगानी कब आएगी तू चलिया तू चलिया प्यार की गलियां बाहों की कलियां सब रंग रलियां पूछ ही है प्यार की गलियां बाहों की गलियां सब रंग रलियां पूछ रही है किस पंकज की किस दिन गाएगी तू मेरे सपनों की रानी कब आएगी तू आए रुट मस्तानी कब आएगी तू बेटी जाए जिंदगानी कब आएगी तू चलिया तू चलिया फूल से खिल के पास अदिल के दूर से मिल के चैन आए फूल के खिल के पास अदिल के दूर से मिल के चैन आए और कब तक मुझे तड़ पाएगी तू मेरे सपनों की रानी कब आएगी तू आए रुट मस्तानी कब आएगी तू बेटी जाए जिंदगानी कब आएगी तू चलिया तू चलिया क्या है भरोसा आशिक दिल का और किसी पे आ जाए क्या है भरोसा आशिक दिल का और किसी पे आ जाए आगे तो बहुत पछताएगी तू मेरे सपनों की रानी कब आएगी तू आए रुट मस्तानी कब आएगी तू बेटी जाए जिंदगानी कब आएगी तू चलिया तू चलिया मेरे सपनों की रानी कब आएगी तू आए रुट मस्तानी कब आएगी तू बेटी जाए जिंदगानी कब आएगी तू चलिया तू चलिया चलिया आप चलिया चलिया तू चलिया സൂപ്പർ സൂപ്പർ. അപ്പൊ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ദിവസം നമ്മൾ വീണ്ടും ഒരു ഗംഭീര എപ്പിസോഡുമായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റാ. 24 ന്യൂസ് സോഷ്യൽ മീഡിയ അവാർഡ്സ് 24news.com/voting എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ച് നിങ്ങളുടെ ഇഷ്ട വ്ലോഗറുടെയോ യൂട്യൂബ് ചാനലിന്റെയോ പേരുകൾ രേഖപ്പെടുത്തുക.